കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും നമ്മുടെ 4ാം രാത്രിയിലത്തെ ബൈബിൾ ക്ലാസ്സിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 3 രാത്രിയിലും നടന്ന ബൈബിൾ ക്ലാസ്സുകൾ അത് റെക്കോർഡ് ചെയ്ത് അത് ആ ചർച്ചിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവർക്കും അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വാട്സപ്പ് ചർച്ചിന്റെ വാട്സപ്പ് എടുത്ത് നോക്കാമെങ്കിൽ നിങ്ങൾക്ക് 3 ദിവസത്തെ ക്ലാസ്സുകൾ അത് നിങ്ങൾക്ക് കേൾക്കുവാൻ തക്കവണ്ണം കഴിയും. അത് ഇന്ന് രാത്രിയിൽ എടുക്കുന്ന ക്ലാസ് ഇന്ന് തന്നെ അയച്ചു. കൂടാതെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആവശ്യപ്പെട്ട പ്രിയപ്പെട്ടവർക്കെല്ലാം അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി കാലവും ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ചേസ് ജോസഫ് തുടർന്ന് നമ്മളോട് ദൈവവചനം സംസാരിക്കും. എല്ലാവരും പ്രാർത്ഥനയുടെ ആയിരിക്കാൻ കഴിയുന്നതും നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്യുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ ഇവിടെ ആവശ്യപ്പെടുന്നു. എല്ലാവരും അത് അനുസരിക്കാൻ തക്കവണ്ണം ഒന്ന് ഉത്സാഹിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി വന്ദനം പറയുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് നമ്മുടെ വിശ്വാസത്തിന്റെ ബാക്ക് ബോൺ എന്താണ്, എങ്ങനെയാണ് നമ്മൾ പാപത്തിന്റെ അടിമത്തത്തിലായിരിക്കുന്നത്, ശരീരം നമ്മളെ എങ്ങനെയാണ് അടിമകളാക്കുന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉള്ളത്, ആ ഒരു സ്ഥിതിയിൽ തന്നെ ദൈവം എങ്ങനെയാണ് നമ്മെ വിശുദ്ധീകരിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. ഇത് ഒരിക്കലും നമുക്ക് 1-2 കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ നോട്ട് ചെയ്ത 1-2 കാര്യങ്ങളുണ്ട്. ഒരിക്കലും സ്വർഗം നമ്മുടെ നിലവാരത്തിലേക്ക് താണുവെന്ന് ഒരു അപൂർണനായ പാപിയായ ഒരാളെ സ്വർഗത്തിൽ കൊണ്ടുപോവുകയില്ല. അത് നമ്മുടെ ഹൃദയത്തിൽ അടിവരയിട്ട് പറയുന്ന കാര്യമാണ്. കൂടാതെ കഴിയില്ല. ദൈവത്തെ nothing imperfect before the throne will be there. Only the perfect. ഇതൊരു വലിയ പ്രശ്നം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. We know every moment we are not perfect. But any time Christ would return, what will happen to us? If Christ returns, what will happen? നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് അല്ല, നമുക്കറിയാം. പെർഫെക്റ്റ് അല്ലാത്തതൊന്നും സ്വർഗത്തിൽ പോവുകയില്ലെന്ന് പറയാം. ഇത് രണ്ടും ട്രൂത്താണ്. അപ്പൊ എന്താ നമ്മുടെ അവസ്ഥ? ഡു വി റിയലി ഹാവ് എ ഹോപ്പ്? എന്താണ് ഈ ഹോപ്പ്? എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഒരു അപൂർണനായ ഒരു പാപിക്ക് അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു ശുദ്ധീകരണം പ്രാപിക്കാൻ പറ്റാതെ, അതായത് ഈ പൂർണ്ണമായ ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഐ എം നോട്ട് സ്പീക്കിംഗ് അബൌട്ട് ക്ലെൻസിങ് ഓഫ് അവർ സിൻസ്. അത് നമുക്ക് അറിയാം. നമ്മൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാണ്. കർത്താവിന്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നുണ്ട്. ദാറ്റ്സ് ഫൈൻ. ഓൾസോ വി ആർ നോട്ട് ഡൂയിങ് ഫിൽത്തി തിങ്സ്, റൈറ്റ്? അല്ലെ? നമ്മൾ അങ്ങനെ മോശമായ പാപങ്ങളൊന്നും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ, അല്ലെ എന്നാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് ആ ഒരു തരത്തിലൊരു ഡിസ്ക്വാളിഫിക്കേഷൻ നോ വൺ, ഐ ഡോണ്ട് തിങ്ക് മെനി ഓഫ് യു ആർ ലുക്കിംഗ് അറ്റ്. പക്ഷേ സ്വർഗത്തിന്റെ ശുദ്ധീകരണം എന്ന് പറയുന്നത് അതല്ല. സ്വർഗത്തിലെ വിശുദ്ധീകരണം ഈസ് മച്ച് മോർ ദാൻ വാട്ട് വി ക്യാൻ കൺസീവ്, ഇമാജിൻ ഓർ ഈവൻ ആസ്പയർ. സ്വർഗത്തിലെ വിശുദ്ധീകരണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരികയും ക്രിസ്തുവിന്റെ അതേ സ്വഭാവം നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. വിശുദ്ധീകരണം എന്ന വാക്ക് തന്നെ ക്രിസ്ത്യൻ ലിവിങ്ങിന്റെ കണ്ടിന്യൂവേഷൻ. ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ദ അപ്പോസ്റ്റലിക് ഡോക്ട്രിൻസ്, വി ക്യാൻ ഡിവൈഡ് ദ ഓൾ അപ്പോസ്റ്റലിക് റൈറ്റിംഗ്സ് ഇൻടു 2. Romans chapter 1 to Ephesians chapter 3:15, we have the apostle speaking about justification. നീതീകരണത്തെ കുറിച്ച് പറയുന്ന വാക്കുകളാണ് ആദ്യത്തെ ലേഖനങ്ങളിലുള്ളത്. എന്നാൽ എഫേസ്യ ലേഖനം 3:16 മുതൽ യൂദായുടെ ലേഖനം തീരുന്നത് വരെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് തേജസ്കരണത്തെ സംബന്ധിച്ച്, വിശുദ്ധീകരണത്തെ സംബന്ധിച്ചാണ്. ഹൗ ആർ വി സാങ്ക്ടിഫൈഡ്? പത്രോസ് അത് തന്നെയാണ് പറയുന്നത്. എബ്രായ ലേഖനം അത് തന്നെയാണ് പറയുന്നത്. യാക്കോബിന്റെ ലേഖനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ഥിരമായ ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് യാക്കോബിന്റെ ലേഖനം പറയും. യോഹന്നാന്റെ ലേഖനവും വിശുദ്ധീകരണത്തിന്റെ പെർഫെക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ദാറ്റ്സ് ദ ടഫസ്റ്റ്, ആസ് ഐ ടോൾഡ് യു, ദ ടഫസ്റ്റ് ഓഫ് ദ എപ്പിസിൽസ്, ബിക്കോസ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഇന്റർപ്രറ്റ്. കാരണം അത് വിശുദ്ധിയുടെ ഒരു യാത്രയുടെ ക്ലൈമാക്സ് ആണ് യോഹന്നാന്റെ ലേഖനം. അത് അവസാനം എഴുതപ്പെട്ടതും ഏറ്റവും ടഫായതുമാണ്. അത് പല വാക്യങ്ങളും വ്യാഖ്യാനിക്കാൻ ഇപ്പോഴും എനിക്ക് പ്രയാസമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളവിടെ ഇങ്ങനെ സംസാരിക്കുകയും ചെയ്തു പല ലേഖനങ്ങളെ കുറിച്ചും വേഴ്സ് ബൈ വേഴ്സ് പഠനമുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു യോഹന്നാന്റെ ലേഖനം ബാക്കിയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അതും വ്യാഖ്യാനിക്കാറായിട്ടില്ല, ഞാൻ സ്റ്റിൽ പ്രേയിങ് അബൌട്ട് ഇറ്റ്. കാരണം ദാറ്റ് ഷോസ് യു അനദർ ലെവൽ ഓഫ് ക്രിസ്ത്യൻ ലിവിംഗ് വേർ യു ലവ് എവ്രി വൺ ആൻഡ് യു നോ ദാറ്റ് ലവ് റൂൾസ് യുവർ ലൈഫ്. സോ
ഒരു പാപവും നമുക്ക് സെൻസ് ആകാത്ത അത്ര, എന്നാൽ പാവമില്ലെന്ന് പറയാനും പറ്റാത്ത ഒരു എന്താ പറയുന്നത്, ദാറ്റ്സ് എ സുപ്പീരിയർ ലെവൽ ഓഫ് സയന്റിഫിക്കേഷൻ. വി ആർ ഓൾ ട്രൈങ് ടു റീച്ച് ദാറ്റ് ലെവൽ ബിഫോർ വി പാസ് ഫ്രം ദിസ് എർത്ത്. ഞാനിത് പറയാൻ കാരണം നമ്മുടെ ഓട്ടം എന്ന് പറയുന്നത് ശരിക്കും സ്വർഗത്തിൽ എങ്ങനെയും ചെല്ലണമെന്നുള്ളൊരു ഓട്ടം അല്ല. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ അവൻ നമ്മളെ വിളിച്ചത് തന്നെ നമ്മൾ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി അല്ല, അവന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരും കളങ്കമില്ലാത്തവർ ഊനമില്ലാത്തവരായി സ്വർഗത്തിൽ നിൽക്കാൻ വേണ്ടിയാണ്. സോ ദ കോൾ ഈസ് എസെൻഷ്യലി ഫോർ ഹോളിനെസ്, സാങ്ക്ടിഫിക്കേഷൻ. ആൻഡ് ആ വിശുദ്ധീകരണം പ്രാപിക്കുന്ന ആളുകളെയാണ് ദൈവത്തിന് വേണ്ടത്, സ്വർഗത്തിൽ വേണ്ടത്. നാം കർത്താവിന്റെ നാടിനെ നോക്കി ഓടുന്നവരാണെങ്കിൽ there's a call to be holy. ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. ഈ കോള് നിസ്സാരമല്ല. ഈ കോൾ എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ വിശുദ്ധരായ പോരാ, നിങ്ങളുടെ പിതാവ് വിശുദ്ധനായിരിക്കുന്ന പോലെ വിശുദ്ധനാണെന്ന്. Be perfect just as your heavenly Father is perfect. ഈ വിളിയുടെ മുമ്പിലാണോ നിങ്ങൾ നിൽക്കുന്നത്? ഈ വിളിയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ഇഫ് യു ഫീൽ ദാറ്റ് കോൾ ഈസ് ഇംപെരറ്റീവ്, നമ്മൾ നിലവിളിക്കും, അയ്യോ കർത്താവേ എന്ന് നിലവിളിക്കുന്ന ഒരു തകർച്ച നമ്മുടെ ഉള്ളിലുണ്ടാവും. കാരണം വി നോ വി ആർ നോട്ട് പെർഫെക്റ്റ്. ഇഫ് യു ആർ ഓണസ്റ്റ് ടു യുവർസെൽവ്സ്. പിന്നെ കുറെ ആൾക്കാർ കുറെ കഴിയുമ്പോൾ വിശ്വാസത്തിൽ മൂക്കുമ്പോൾ അവർക്ക് വിശുദ്ധരായിട്ട് സ്വയം തോന്നും. ഐ എം നോട്ട് സ്പീക്കിംഗ് അബൌട്ട് ദാറ്റ് സെൻസ് ഓഫ് സെൽഫ് റൈച്ചസ്നെസ്. If you're honest with the Holy Spirit, if your eyes are open, if your inner eyes are open, you can see the magnificence of Christ. You'll be pretty sure that you are not perfect, not anywhere near perfect compared to the riches of Christ. അപ്പോൾ നമ്മൾ എങ്ങനെ സ്വർഗത്തിൽ പോകും? സ്വർഗത്തിൽ നിർമ്മലമല്ലാത്ത ഒന്നും പോവുകയില്ല. ആൻഡ് ദ കോൾ ഈസ് ടു ബിക്കം ഹോളി ലൈക്ക് ക്രൈസ്റ്റ്. നമ്മുടെ ആളുകൾ എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിനെ പോലെ വിശുദ്ധരാകാനുള്ള വിളി നടക്കുകയില്ലാന്ന് ഉള്ളിന്റെ ഉള്ളിൽ തോന്നുന്നത് കൊണ്ട് വി ക്രിയേറ്റ് അവർ ഓൺ പാരഡൈംസ് ഓഫ് ഹോളിനെസ്. നമ്മൾ വിചാരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ ക്രിസ്തുവിനെ പോലെ ആയില്ലെങ്കിലും സ്വർഗത്തിൽ പോകും. അങ്ങനെ ഒരു ഇടയ്ക്കുള്ളൊരു പാരഡൈം ദൈവം നമുക്ക് തന്നിട്ടില്ല. നിങ്ങൾ ഇത്രയൊക്കെ ചെയ്താൽ മതി കേട്ടോ, നിങ്ങൾക്ക് എന്തായാലും ക്രിസ്തുവിനെ പോലെ ആകാൻ പറ്റില്ലല്ലോ, അത് വിട്ടേക്ക്, നിങ്ങൾക്ക് ഞാൻ ഒരു ലെവൽ താഴ്ത്തിയ ഒരു വിശുദ്ധീകരണം തരാം, അത്രയും മതി എന്ന് കർത്താവ് പറയും. ഡു യു ഇമാജിൻ ഫോർ ലോർഡ് ടു ഡു ദാറ്റ്? നോ, നെവർ. യേശു ക്രിസ്തുവിനേക്കാൾ കുറഞ്ഞ ഒന്നും. അപ്പോ ഇത് നമ്മുടെ ജഡം കൊണ്ട് ജീവിക്കുന്നിടത്തോളം കാലം നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഈ അപ്പോസ്തലിക ഉപദേശം എങ്ങനെയാണ് നമ്മളെ വിടുവിക്കുന്നത് എന്നുള്ളതിന്റെ ആ മാജിക് നമുക്ക് മനസ്സിലാകേണ്ടത്. എന്തായിരുന്നു നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് ഈ ലോകത്തെ തള്ളിക്കളയാൻ മാത്രമുള്ള ഉറപ്പ്? എവിടെ നിന്നാണ് അത് ലഭിച്ചത്? അത് അവരുടെ പെർഫെക്ഷനിൽ നിന്നാവാൻ സാധ്യതയില്ല, ആവില്ല. അവരുടെ പെർഫെക്ഷനിൽ നല്ല ആ ഹോപ്പ് ഉണ്ടാകുന്നത്. നമ്മൾ പലപ്പോഴും പൂർവ്വപിതാക്കൾ കുറിച്ച് പറയുമ്പം, നമുക്ക് മുൻപേ ഓടിയ വിശ്വാസ വീരന്മാരെ കുറിച്ച് പറയുമ്പം എപ്പോഴും പറയുന്നല്ലോ ലോകം അവർക്ക് അന്യമായിരുന്നു എന്ന്. അങ്ങനെ പാടുണ്ടല്ലോ അല്ലെ, ലോകം അവർക്ക് അന്യമായിരുന്നു, ലോകത്തിൽ അവർ ഒന്നും സമ്പാദിക്കണമെന്ന് വിചാരിച്ചില്ല, കർത്താവിന്റെ വരവിന് വേണ്ടി അവർ കാത്തിരുന്നു. കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നെങ്കിൽ അതിനർത്ഥം എന്താ? പോകുമെന്ന് അവർക്കൊരു ഹോപ്പുണ്ടായിരുന്നു, അത് നിശ്ചയമായും നടക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവർ ഈ ലോകത്തെ അന്യമെന്ന് കരുതാൻ അവർക്ക് പറ്റിയത്. ബിക്കോസ് ദേ വെർ ഷുവർ അബൌട്ട് ദെയർ സിറ്റിസൺഷിപ്പ് ഇൻ ഹെവൻ ആൻഡ് ദേ ന്യൂ ദ ലോർഡ് വുഡ് കം ആൻഡ് ടേക്ക് ദം. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ നൊടി നേരത്തേക്കുള്ളതാണെന്നും ഇത് മാറി നമ്മൾ പറന്നു പോകുമെന്നും നമ്മുടെ തേജസ്സിന്റെ വീട് ഇതല്ലെന്നും ഉറപ്പുള്ളവർ മാത്രമായിരുന്നു വിശ്വാസികൾ എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവര്. പക്ഷെ ഇന്ന് ആ ഉറപ്പ് എടുത്തു കളയുന്ന തരത്തിലുള്ള ഉപദേശങ്ങളാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഹൈപ്പർ ഗ്രേസുകാർ വന്നിട്ട് സ്വർഗത്തെ നമ്മുടെ ലെവലിലേക്ക് ആക്കി വിശുദ്ധീകരണത്തെ എടുത്തു കളയുമ്പോൾ വേറെ ചില ആളുകൾ കൈകൊണ്ട് അധ്വാനിച്ച് വിശുദ്ധരാകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് രണ്ടുമല്ലായിരുന്നു നമ്മുടെ പൂർവ്വപിതാക്കൾക്ക് കർത്താവിന്മേലുള്ള ആശ്രയവും വിശ്വാസവും ഉറപ്പും. ആ ഉറപ്പ് വരുന്നത് ചില വാഗ്ദത്തങ്ങളിൽ നിന്നാണ്. വിശുദ്ധമല്ലാത്ത ഒന്നും സ്വർഗത്തിൽ പോവുകയില്ല എന്ന് ഉറപ്പാണ്. അതേസമയത്ത് നമ്മളെ വിശുദ്ധീകരിച്ച് അവന്റെ സന്നിധിയിൽ നിർത്തുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഉറപ്പ്. അവൻ നമുക്കായി തുടർച്ചയായി മധ്യസ്ഥത അണയ്ക്കുകയും അവൻ നമ്മെ രക്ഷിക്കാമെന്ന് വാക്ക് പറയുകയും അവൻ ആ ഉറപ്പ് വിളിയാനുള്ള ആശ സകല മനുഷ്യർക്കും വാഗ്ദത്ത പ്രകാരം ഉറപ്പിച്ച് നൽകുകയും ചെയ്തു എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസി എന്ന് പറയുമ്പോൾ തന്നെ ഇഫ് യു ആർ എ ബിലീവർ, യു ബിലീവ് ഓൺ ദ പ്രോമിസസ്. എങ്ങനെയാണ് ഒരു വിശ്വാസി ഉണ്ടാകുന്നത്?
a believer believes in the promises of God. ഈ promises of God അഴിഞ്ഞു പോകാത്ത വാഗ്ദത്തങ്ങൾ, ഈ വാഗ്ദത്തങ്ങളാലുള്ള അഷുറൻസ്. ഈ അഷുറൻസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമുക്ക് ഈ അഷുറൻസിനെ കുറിച്ച്, സാൽവേഷന്റെ അഷുറൻസിനെ കുറിച്ച്, ഈ സാൽവേഷന്റെ അഷുറൻസ് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സാൽവേഷനെ കുറിച്ചാണ്, വിശ്വാസം ഇല്ലാത്തവരുടെ കാര്യമല്ല. സോ വി ആർ എക്സാമിനിങ് അവർ സാൽവേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദ ഫെയ്ത്ത് ദാറ്റ് വി റിസീവ് ഫ്രം ഓർ ഹിയറിംഗ് ഓഫ് ദ ഗോസ്പൽ. വിളിച്ച വിളിയാലുള്ള ആശ. ഞാൻ ഈ പ്രസംഗിക്കുന്നതിന് തന്നെ ഏറ്റവും വലിയ ഉദ്ദേശം, നിങ്ങൾ ഏത് സഭയിലുള്ളവരായാലും നിങ്ങളെ വിളിച്ച വിളിയാലുള്ള ആശ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ഓട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ വേണ്ടിയാണ്. ഐ ഹാവ് നോ അതർ മോട്ടീവ്. അപ്പൊ ഈ പ്രസംഗം കഴിയുമ്പോൾ നിങ്ങൾ കുറച്ചു പേരെങ്കിലും ഞങ്ങൾ ഈ നാട്ടുകാരല്ലെന്നും ഞങ്ങൾ സ്വർഗത്തിലുള്ളവരാണെന്നും കർത്താവ് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടെന്നും ഞങ്ങൾ ആ വിളിക്ക് പോവുകയാണെന്നും നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്നു. നാളെ സ്തോത്രം ചെയ്യുമ്പോൾ ഈ ഒരാഴ്ച ജീവൻ തന്നതിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നതിന് പകരം, കർത്താവെ ഞങ്ങളെ നിത്യമായ വാസസ്ഥലത്ത് നിന്നോടുകൂടെ ഇരുത്തിയിരിക്കുന്നതിനാൽ, നിന്റെ കൃപയാൽ ഞങ്ങളെ ക്രിസ്തുവിനോട് കൂടെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നതിനാൽ സ്തോത്രം, ഞങ്ങൾക്ക് ഈ ലോകമല്ലാത്ത ഒരു ലോകം ഞങ്ങൾക്ക് വാഗ്ദത്തം തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അതിനോട് ഞെരങ്ങി മോഹിക്കാനുള്ള ഒരു ആത്മഞെരക്കം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് ശരിക്കും ഈ പ്രസംഗത്തിന്റെ ഉദ്ദേശം. എന്റെ വിളിയും അത് പറയാൻ വേണ്ടിയുള്ള വിളിയാണ്. സോ I keep on saying about this hope, that blessed hope. ഈ പ്രത്യാശയാൽ പരസ്പരം ഉറപ്പിക്കുവാൻ വേദപുസ്തകം നമ്മെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഈ പ്രത്യാശ ഉറപ്പിച്ചു തരുന്നത് എന്ന് നമുക്ക് നോക്കാം. 1-2 വാക്യങ്ങൾ എബ്രായ ലേഖനത്തിൽ നിന്ന് വായിച്ചിട്ട് we will return to our basics. എബ്രായ ലേഖനം 6-ാം അധ്യായത്തില് നമുക്കറിയാം, 6-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ പരിജ്ഞാനത്തിലേക്കുള്ള ഓട്ടത്തിൽ നമ്മൾ തോറ്റാൽ എന്താണ് സംഭവിക്കുന്നുള്ളതാണ് കാണിക്കുന്നത്. 2-ാം അധ്യായത്തിൽ പറയുന്നത്, 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇങ്ങനെയാണ്: Therefore let us leave the elementary doctrine of Christ and go on to maturity, not laying again a foundation of repentance from dead works and of faith toward God. All these fundamental principles. ഇങ്ങനെയുള്ള അടിസ്ഥാന കാര്യങ്ങളിൽ വീണ്ടും വീണ്ടും ഊന്നാതെ എന്ത് ചെയ്യാനാണ് പറയുന്നത്? ഗോ ഓൺ ടു മെച്യൂരിറ്റി. ഈ ഗോ ഓൺ ടു മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ, ഈ 5-ാം അധ്യായത്തിന്റെ, എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അത് നമ്മൾ അവിടെ നിന്ന് പറഞ്ഞ ഈ എബ്രായ ലേഖനം പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വി നീഡ് ടു ബിഗിൻ ഫ്രം ദ ബിഗിനിങ്. നമ്മുടെ ഇടയിൽ നിന്നൊന്നും പഠിക്കാൻ പറ്റാത്ത ഒരു പുസ്തകമാണ് ഈ എബ്രായ ലേഖനം. കാരണം അത് ഒരൊറ്റ കണ്ടിന്യൂസ് തോട്ടാണ്, 1 മുതൽ അറ്റ്ലീസ്റ്റ് 12 വരെ. 11-ാമത്തെ അധ്യായത്തിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. വി ക്യാൻ ലേൺ ദാറ്റ് ഇൻഡിപെൻഡന്റ്ലി, നോട്ട് മച്ച് ഓഫ് എ പ്രോബ്ലം. ബട്ട് 1 to 12 is a continuous thinking, continuous thought, a thought line. അതിലിടയ്ക്ക് നിങ്ങൾക്ക് കയറി അത് മനസ്സിലാക്കില്ല. എനിക്ക് വർഷങ്ങളായിട്ട് മനസ്സിലാകുന്നില്ലായിരുന്നു ഈ റോമാലേഖനം, എബ്രായ ലേഖനം. സോ when you follow that line of thought, അപ്പോസ്റ്റൽസ് തുടങ്ങി വെച്ച ആ ലൈൻ, തിങ്കിങ് ലൈൻ നമുക്ക് പിടികിട്ടുമ്പോഴാണ് എബ്രായ ലേഖനം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ 5-ാം അധ്യായത്തിൽ നിന്നെങ്കിലും നമുക്ക് ആരംഭിക്കാം. 5-ാം അധ്യായത്തിന്റെ 11th verse ഇങ്ങനെയാണ്: about this we have much to say and it is hard to explain since you have become dull of hearing. അപ്പൊ മെച്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ട് എലമെന്ററി പ്രിൻസിപ്പിൾസ് എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നാൽ എന്താണ് കുഴപ്പം? യു വിൽ ബി ചിൽഡ്രൻ, യു വിൽ നെവർ ബി ടീച്ചേഴ്സ്. എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങൾ കേൾക്കുന്നവരായിരിക്കും. ഒരിക്കലും വേറൊരാൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ കഴിവുണ്ടാവുകയില്ല. നിങ്ങൾക്കൊരു ഉപദേശം പറയണമെങ്കിൽ യു നീഡ് ടു ഹാവ് 1 ബേസിക് ക്വാളിറ്റി. എന്താണെന്നറിയാം? ഈ അടിസ്ഥാനങ്ങൾ വീണ്ടും വീണ്ടും ഇടേണ്ടി വരരുത്. അടിസ്ഥാനങ്ങൾ വീണ്ടും വീണ്ടും എന്റെ ജീവിതത്തിൽ ഇടേണ്ടി വരികയാണെങ്കിൽ, എലമെന്ററി ടീച്ചിങ് വീണ്ടും വീണ്ടും എനിക്ക് വേണ്ടി വരികയാണെങ്കിൽ, ദാറ്റ് മീൻസ് യു ആർ നോട്ട് ക്വാളിഫൈഡ് ടു ബി എ ടീച്ചർ ഓഫ് ദ ലോ, ടീച്ചർ ഓഫ് ദ ഗോസ്പൽ, ടീച്ചർ ഓഫ് ദ ചർച്ച്. അപ്പം അപ്പോഴും നമ്മൾ ശിശുക്കളായിരിക്കാനുള്ള കാരണം ഈ അപ്പോസ്തലിക ഉപദേശത്തിന്റെ അടിസ്ഥാനങ്ങൾ വീണ്ടും 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 ഇടേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പോസ്തലന്മാരുടെ ആ അടിസ്ഥാനം ഇട്ട ശേഷം ആത്മാവിന്റെ വെളിച്ചത്തിൽ നടക്കാൻ തുടങ്ങുന്നവർക്കാണ്, ആത്മാവിനെ വിവേചിക്കുവാൻ കഴിയുന്നവർക്കാണ് ശരിക്കും ഉപദേഷ്ടാവാകാൻ കഴിയുന്നത്. ഇവിടെ പറയുന്ന 12-ാം വാക്യത്തിൽ പറയുന്നത്, for though by this time you ought to be teachers, you need someone to teach you again the basic principles of the oracles of God. അപ്പൊ ബേസിക് പ്രിൻസിപ്പിൾസ് വീണ്ടും വീണ്ടും പഠിക്കുമ്പോൾ യു ആർ നോട്ട് എ ടീച്ചർ, യു ആർ ജസ്റ്റ് എ ലേണർ.
and a very bad learner at that, because even after many years, you're still in the 10th class. You refuse to go to the 11th because you're not good in the basics. അപ്പൊ അപ്പോസ്തലിക ഉപദേശം പഠിപ്പിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയില്, ചർച്ചില്, എറണാകുളത്തെ ചർച്ചില് ഞങ്ങള് ഇൻസിസ്റ്റ് ചെയ്തൊരു കാര്യമാണ് proper training of our believers. Proper training of our believers in the doctrine, in the interpretation of the scripture, foundations of Christian faith. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഉപദേഷ്ടാക്കന്മാരുണ്ടാവും. വേറൊരു സ്ഥലത്ത് പോയി ഒരു സുവിശേഷം വേറെ ആരംഭിക്കണമെങ്കിൽ, ഒരു മിഷണറിയെ പറഞ്ഞു വിടണമെങ്കിൽ, അല്ലെങ്കിൽ ഒരാളെ കൗൺസിൽ ചെയ്യണമെങ്കിൽ, വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ കൗൺസിൽ ചെയ്യണമെങ്കിൽ, ദുരുപദേശം പറയാതെ കൗൺസിൽ ചെയ്യണമെങ്കിൽ, അവരുടെ പ്രത്യാശ ഉറപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ കൗൺസിൽ ചെയ്യണമെങ്കിൽ, വി നീഡ് ടു ബി വെൽ വേഴ്സ്ഡ് ഇൻ ദ ഡോക്ട്രിൻസ്. അപ്പോസ്തലിക ഉപദേശം എന്താണ് ഓരോ വിശ്വാസിയും പഠിക്കണം. ബൈബിൾ കോളേജിൽ പോകുന്നവർ മാത്രമല്ല പഠിക്കണം. അങ്ങനെ ഉറച്ചാൽ മാത്രമേ നമുക്ക് ഈ കർത്താവിന്റെ ശബ്ദം അത് ആത്മാവിൻ്റെതാണോ ഈ കേൾക്കുന്നത് എന്ന് വിവേചിക്കാൻ നമുക്ക് കഴിയൂ. ആ ഡിസൈൻമെന്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇനി ഇത്രയും ദുരുപദേശകര് ഇതിനകത്ത് വന്ന് കയറുന്നത്. ഇന്നിപ്പോ ഫേസ്ബുക്കിലൊക്കെയാണ് വചനപഠനം നടക്കുന്നത്. ഇറ്റ്സ് നോട്ട് ഫെയർ, നോട്ട് ഗുഡ്. അതിന്റെ കാരണം ഈ പറയുന്ന ആൾക്കാരൊന്നും അപ്പോസ്തലിക ഉപദേശത്തിലും ക്വാളിഫൈഡ് അല്ല, ബൈബിൾ കോളേജിൽ നിന്നും ക്വാളിഫൈഡ് അല്ല. They get some ideas, they create a video and put into Facebook. You watch it and say, oh, what a good thought. You are also a child, he is also a child. Something and you follow him. അങ്ങനെ ഫേസ്ബുക്കിൽ ഫോളോവേഴ്സ് ഉണ്ടാകുന്നു, മിനിസ്ട്രി ഉണ്ടാകുന്നു. ഇതെന്താ സംഭവിക്കുന്നത്? ഈ അടിസ്ഥാനങ്ങൾ എന്താണെന്ന് പഠിക്കാതെയാണ്. നല്ല 5 പ്രസംഗം ഉണ്ടായാൽ ഈ ബിക്കംസ് എ സൂപ്പർ ഹിറ്റ്. അങ്ങനെ ഊടുപാടെ പ്രഭാഷകന്മാരുടെ ബഹളമാണ് നമ്മുടെ ചുറ്റും കാണുന്നത്. ഡിയർ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഒരു മനുഷ്യൻ ഒരു സുവിശേഷകനോ പ്രബോധകനോ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, ഹി ഷുഡ് ഫസ്റ്റ് ഹാവ് ദ വിറ്റ്നസ് ഓഫ് ഹിസ് ചർച്ച്. ആ സഭയിലെ ഉപദേശങ്ങളിൽ ഉറച്ച് പഠിച്ച് സഭയിൽ കീഴ്പ്പെട്ട് ഒരു ലോക്കൽ സഭയിൽ ചെന്ന് അറ്റൻഡ് ചെയ്ത് അവർ പറയുന്ന കേട്ട് ജീവിക്കുന്ന ഒരാളല്ലാതെ ഒറ്റയ്ക്ക് ഊടാടി സഞ്ചരിക്കുന്നവരെ യു നീഡ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ദം. യു ഡോണ്ട് നോ വാട്ട് ദേ റിയലി ബിലീവ്. ഈ ഇന്റർനെറ്റിലേക്ക് ഇടയ്ക്ക് പ്രസംഗിക്കുന്ന ഒരാള് കാഷ്വലായിട്ട് ഞങ്ങളുടെ സഭയിൽ വന്നപ്പോൾ I had to push him out of the stage, not literally. I asked him to leave the stage because he was speaking ill of Christ. I sent him a doctrine book and asked him to learn it before coming to pulpits. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു നിസ്സാര വാക്ക് മതി ആളുകളെ വഴിതെറ്റിച്ചു കൊണ്ടുപോയി. അതുകൊണ്ട് ഈ ഉപദേഷ്ടാക്കന്മാരായിരിക്കുന്നവരെ ശരിക്കും ആത്മാവിനാൽ, അത് വലിയ കാര്യമൊന്നുമല്ല ഇത്, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പഠിക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോസ്തലിക ഉപദേശം എന്ന് പറയുന്നത്. അതെല്ലാ മനുഷ്യരും ഇൻസ്ട്രക്ട് ചെയ്യപ്പെടേണ്ട, ബുദ്ധിയൊന്നും വേണ്ടത് പഠിക്കാൻ, മാനസാന്തരം മാത്രം മതി. അത് ബുദ്ധിയുള്ളവർക്ക് വെളിപ്പെടുന്ന ഒരു കാര്യവും അല്ല. അപ്പോസ്തലിക ഉപദേശം ഇസ് നോട്ട് ഫോർ ദോസ് ഹു ആർ ഇന്റലിജന്റ് ബട്ട് ദോസ് ഹു ആർ റിപ്പന്റന്റ്. അവർക്ക് വേണ്ടിയുള്ളതാണ്. ഹൃദയനൂർക്കം ഉള്ളവർക്ക് മാത്രം മനസ്സിലാകുന്ന ലേഖനങ്ങളാണ് അപ്പോസ്തലന്മാർ നമുക്ക് എഴുതിയിരിക്കുന്നത്. ഇഫ് യു ഹാവ് ബ്രോക്കൺ ഹാർട്ട്, എ ലേണിംഗ് ഹാർട്ട്, എ സീക്കിംഗ് ഹാർട്ട്, യു വിൽ ഡെഫിനറ്റ്ലി നോ വാട്ട് ഇസ് റിട്ടൺ ദെയർ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ആ ഒരു വാക്യം, പാരഗ്രാഫ് നമ്മൾ വാക്യം, for though by this time you ought to be teachers, you need someone to teach you again the basic principles of the oracles of God. You need milk, not solid food. For everyone who lives on milk is unskilled in the word of righteousness, since he is a child. But solid food is for the mature, for those who have their powers of discernment trained by constant practice to distinguish good from evil. അതായത് തിന്മയിൽ നന്മയെ തിരിച്ചറിയുവാൻ അഭ്യാസത്താൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പരിശീലിപ്പിക്കപ്പെട്ടവർക്കാണ് കട്ടി ആഹാരം കഴിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. എന്നിട്ട് അപ്പോസ്തലൻ പറയാണ്, ഇനിയെങ്കിലും നിങ്ങൾ ഈ എലമെന്ററി പ്രിൻസിപ്പിൾസ് വിട്ടിട്ട് എന്ത് ചെയ്യണം? ഈ കട്ടി ആഹാരം കഴിക്കണം. കാരണം എലമെന്ററി പ്രിൻസിപ്പിൾസിൽ ഇപ്പോഴും വസിക്കുന്നവർ, കട്ടിയാഹാരം കഴിക്കാൻ തുടങ്ങിയിട്ട് മടങ്ങിപ്പോയവർ, പരിജ്ഞാനത്തിന്റെ ഓട്ടം ആരംഭിച്ചിട്ട് പിന്നെ വേണ്ട എന്ന് വെച്ചവർ, ഇങ്ങനെയുള്ളവരെല്ലാം ലോകാപവാദം വരുത്തുന്നവരായിട്ടാണ് മാറുന്നത് ദൈവത്തിന്. പരിജ്ഞാനത്തിന്റെ ഓട്ടം ഓടിയിട്ട് പിന്തിരിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവരെ ക്രിസ്ത്യാനികളാണ് നാട്ടുകാർ മുഴുവൻ അറിയും, പക്ഷെ അവര് മനുഷ്യപുത്രനെ ലോകാപവാദം ഉണ്ടാക്കും.
ഓക്കെ, കാരണം ഈ ലോകത്തിൽ സമ്പാദിച്ച് വലിയ ആൾക്കാരായിട്ട് ഇത് ലോകാബോധമാണ്. ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. നിങ്ങൾ ഇത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല, എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ഞാൻ 2015 എനിക്കൊരു 2-3 സഹോദരങ്ങൾ ചേർന്ന് എനിക്കൊരു കാർ ഗിഫ്റ്റ് ചെയ്തു. ഈ കാർ വരുമ്പോൾ എന്റെ അക്കൗണ്ടിൽ 65 രൂപയുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കും ആരെങ്കിലും 35 രൂപ ഇട്ടായിരുന്നെങ്കിൽ 100 രൂപ ATM നിങ്ങൾ എടുക്കാമായിരുന്നു വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ സാധനം വരുന്നത്. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്റെ ഒരു സഹോദരിയോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കാറ് വന്നിട്ട്. പുള്ളിക്കാരനോട് ചോദിച്ചൊരു ചോദ്യം, ചേച്ചി ഇങ്ങനെ വേർത്ത് കുളിച്ച് നടന്ന് അലഞ്ഞു തിരിഞ്ഞ് ബസ്സിലും ട്രെയിനിലും ഒക്കെ കയറി നടന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ കുറിച്ച് പറയുമ്പോൾ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ട്. എന്നാൽ ഇങ്ങനെ സ്റ്റൈലായിട്ട് കാറിൽ പോയി ഇറങ്ങി ഒരു പൊസിഷൻ ഓഫ് സ്ട്രെങ്തിൽ നിന്നും യേശുക്രിസ്തുവിന്റെ ക്രൂശ് എന്ന ബലഹീനതയെ കുറിച്ച് പറയുമ്പോൾ ആ ഇമ്പാക്റ്റ് ഉണ്ടാവും. വെൻ യു ആർ വീക്ക് ആൻഡ് preaching from a weak point, that means flesh weakness നിന്ന് ഇല്ലായ്മകളിൽ നിന്ന് ക്രൂശിനെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്ട് ഒരു പൊസിഷൻ ഓഫ് സ്ട്രെങ്തിൽ നിന്ന് ഈ ക്രൂശിനെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുമെന്ന് എനിക്ക് ഭയങ്കര ഭയം തോന്നി. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എന്റെ കർത്താവെ, ഞാൻ എപ്പോഴെങ്കിലും ഒരു കാറിന് വേണ്ടി നിന്നോട് പ്രാർത്ഥിച്ചോ? അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ നീ വിചാരിച്ചോ കർത്താവെ, ഈ ക്രൂശിലെ രക്തം കൊണ്ട് അവനെ വീണ്ടെടുത്തിട്ട് പോലും അവനിപ്പം നിലവിളിക്കുന്ന ഒരു കാറിന് വേണ്ടി എന്തെങ്കിലും ആട്ടെ എന്നാ കൊടുത്തേക്കാന്ന് വിചാരിച്ച് തന്നതാണോ? അതോ ഞാൻ ചോദിക്കാതെ തന്നെ എന്റെ ആവശ്യമായതുകൊണ്ട് കർത്താവ് എന്നാ ഇരിക്കട്ടെ, ഇവനൊരെണ്ണം അത്യാവശ്യമാണല്ലോ എന്ന് വിചാരിച്ചു തന്നതാണ്? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ചോദിച്ചു മേടിച്ചാണെങ്കിൽ ഇത് കെണിയാകുമോ എന്നെനിക്കൊരു പേടി എന്റെ ഉള്ളിൽ തോന്നി. ഞാൻ കുറച്ചു നേരം കർത്താവിനെ പറ്റി നിന്ന് ചോദിച്ചു, പ്രാർത്ഥിച്ചു, അന്വേഷിച്ചു. ഞാൻ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ കർത്താവ് ഈ വക സാധനങ്ങൾ? എനിക്ക് പ്രാർത്ഥിച്ചതായിട്ട് ഓർമ്മ വന്നില്ല, ദൈവത്തിന്റെ കൃപയാൽ. കാരണം ആളുകൾ, നമ്മൾ വിചാരിക്കുന്നത് ആളുകൾ നമ്മൾ വർദ്ധിച്ചു വരുന്ന കാണുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെയല്ല. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു പ്രാർത്ഥിക്കുക, കർത്താവെ, ഞങ്ങളെ നീ അനുഗ്രഹിച്ചാൽ ഈ ദേശത്ത് നിന്റെ നാമം ഉയർത്തപ്പെടും എന്ന് പറഞ്ഞ്, ദരിദ്രവാസികളായ ഞങ്ങളെ നീ ഉയർത്തി മാമോനെ കൊണ്ട് വന്ന് അനുഗ്രഹിച്ചാൽ ഞങ്ങളെ നീ വലിയ മാമോനെ തരുന്ന ആളാന്ന് ലോകത്തിൽ എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ലോകത്തിൽ എല്ലാവരും ദൈവത്തെ ഉയർത്താൻ നിങ്ങൾ ക്രിസ്തുവിനെ പോലെ ജീവിച്ചാലേ ഉയർത്തുള്ളൂ. അതാണ് പിതാവ് ആഗ്രഹിക്കുന്ന മാനം. അല്ലാതെ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പോലെ ആയിട്ട് ലോകത്തിലെ ആൾക്കാർ മഹത്വപ്പെടുന്ന ആ മഹത്വം അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ ക്രിസ്തുവിനെ വെളിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനമാണ്. അവന്റെ പുത്രൻ നമ്മളിൽ വെളിപ്പെടുമ്പോഴാണ് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്നത്. ആ മഹത്വത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഞാൻ ഇവിടെ കേരളത്തിലെ മധ്യ തിരുവിതാംകൂറിൽ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി. ഐ തിങ്ക് ഇറ്റ് വാസ് 2 years ബാക്ക്. യെസ്, 2 years ബാക്ക്, 2018 അപ്പൊ അവിടെ ഈ വർഷിപ്പ് ലീഡിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ. ഇപ്പം ഒരു വലിയ കാര്യമുണ്ട് വർഷിപ്പ് ലീഡിംഗ്. ഈ വർഷിപ്പ് ലീഡേഴ്സ്, ഞാൻ വർഷിപ്പ് ലീഡിങ്ങിനൊന്നും എതിരല്ല കേട്ടോ. പക്ഷെ വർഷിപ്പ് എന്ന് പറയുന്ന ഒരു സ്വമേധാദാനമാണ്, സ്വമേധായാഗം. അതായത് ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന ആരെങ്കിലും ഉന്തിത്തള്ളി ചാടി എഴുന്നേൽപ്പിച്ച് തുള്ളടാന്നൊക്കെ പറഞ്ഞല്ല, എന്റെ ഹൃദയത്തിൽ നിന്നത് പറഞ്ഞു. എല്ലാ ആരാധനകളും ദൈവത്തിന് സുഗ്രാഹ്യമാകുന്നത് ഹൃദയം നിറഞ്ഞു കവിഞ്ഞ് ആത്മാവിൽ നിന്ന് വരുമ്പോഴാണ്. നോട്ട് വെൻ someone is compelling you, inciting you into an emotional turmoil. അങ്ങനെ ഒരാളെ ഉന്തിത്തള്ളി ആരാധിപ്പിക്കുന്നത് ശരിയല്ല. ഓക്കെ, നമ്മുടെ ഉള്ളിൽ നിന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ദൈവത്തിന് ആരാധന ഉയരണം. അത് നമ്മൾ ചർച്ചിൽ കൂടി വരുമ്പോൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ദുർഘട സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ദൈവത്തിന്റെ രാജത്വം നമ്മൾ മനസ്സിലാക്കണം. ഹീസ് എൻത്രോൺഡ് എബവ് എവറി പ്രോബ്ലം എന്ന് നമ്മൾ അറിയണം. അവിടെ ദൈവത്തെ വർഷിപ്പ് ചെയ്യണം. കർത്താവെ, എന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും നീ അറിയാതെ അല്ലാത്തതിനാൽ സ്തോത്രം. നിന്റെ രാജത്വം ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നില്ല, പക്ഷെ ഹൃദയ കണ്ണ് തുറന്ന് നീ രാജാവായിരിക്കുന്നതിനെ കാണിച്ചു തരണേ. ആ മഹത്വം എന്റെ മുമ്പിൽ വെളിപ്പെടുത്തണം. എന്റെ ചുറ്റുപാടുമുള്ളവർ എന്നോട് എങ്ങനെ പെരുമാറിയാലും I know you are king and you are trying to make me like Christ in all circumstances and I glorify you. ഇത് നമ്മുടെ ഹൃദയത്തിനകത്ത് വരേണ്ട ആരാധനയാണ്. സഭയിൽ വരുമ്പോൾ അത് തന്നെ നമ്മൾ പറയുന്നത്, വീണ്ടെടുക്കാൻ നിനക്ക് തോന്നിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, നീ മഹത്വം, നിന്റെ മഹത്വം എനിക്ക് തരാമെന്ന് വാഗ്ദത്തം ചെയ്തതിനായിട്ട് സ്തോത്രം. ആ വാഗ്ദത്തത്തിലേക്ക് നോക്കാൻ ഞങ്ങൾക്ക് വിശ്വാസം തന്നതിനായിട്ട് സ്തോത്രം. ഇത് നമ്മൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഞരക്കമാണ് നമ്മുടെ ആരാധനകൾ. It's about how we feel about God and how we feel about ourselves. അവന്റെ പൂർണ്ണതയും നമ്മുടെ അപൂർണതയുമാണ് നമ്മളെ ആരാധകരാക്കി മാറ്റുന്നത്.
ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു അനക്കമില്ല. കാരണം അതൊരു മിക്സ്ഡ് ഓഡിയൻസ് ആണ്. ഈവൻ അൺബിലീവേഴ്സ് വരെ ഉണ്ട്. ഇറ്റ് വാസ് ഇൻ എ പബ്ലിക് പ്ലാറ്റ്ഫോം. അപ്പൊ ഇപ്പൊ ഈ വർഷിപ്പ് ലീഡർ പറഞ്ഞു, ഞാൻ വളരെ ദാരിദ്ര്യത്തിൽ ജീവിച്ച ഒരാളാണ്, പക്ഷെ ഇപ്പോ എന്റെ വീട്ടിൽ വന്നാൽ അവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ വന്നിട്ട് ചോദിച്ചു, മാസ്റ്ററിന് സ്മഗ്ലിംഗ് ബിസിനസ് വല്ലതും ഉണ്ടോ, എങ്ങനെയാണ് ഇത്രയും സമ്പത്ത് ഉണ്ടാക്കിയത്? എന്നിട്ട് അദ്ദേഹം പറയാണ്, അങ്ങനെ നിങ്ങളെ അനുഗ്രഹിക്കാൻ കഴിവുള്ള ഒരു ദൈവം. അപ്പോഴേക്കും ആളുകളെല്ലാം ലൈവായി. എന്തോ ഒരു വർഷിപ്പായിരുന്നു അറിയാം. ഏത് ദൈവത്തെ ആരാധിക്കുന്നത്? They are not worshipping the Lord Jesus Christ, they are worshipping Mammon. They don't know it. അപ്പൊ ഞാൻ ഈ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ മാതാ അമൃതാനന്ദമയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അവർ വളരെ ദരിദ്രയായ ഒരാളായിരുന്നു, അറിയാം. ഇപ്പൊ അവർക്ക് ഭയങ്കര സമ്പത്തുണ്ട്. അപ്പൊ ഇടയ്ക്കൊന്ന് ബ്രേക്ക് ആയതെന്നൊരു സംശയം. അപ്പൊ നമ്മളിങ്ങനെ പറയാം, പൊങ്ങച്ചം പറയുമ്പോൾ ഈ നമ്മുടെ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത അവിശ്വാസികൾ എന്തായിരിക്കും പറയുന്നത്? ദൈവത്തിന്റെ പേരും പറഞ്ഞ് ഉണ്ടാക്കി കൂട്ടുന്ന എല്ലാം കള്ളന്മാരാന്നല്ലേ പറയുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവിശ്വാസികൾ നമ്മളെ കുറിച്ച് പറയുന്നത്? ദൈവത്തിന് ലോകാബോധം വരുത്തുക ചെയ്യുന്നത്. When you are turning back to the word and the worldly pillars, എന്നിട്ട് അതിനെ അനുഗ്രഹമാണ് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യം പറയുമ്പോൾ കുറെ ലോകമോഹികൾ അന്വേഷിച്ചു വരുമായിരിക്കും. ഈ കർത്താവിനെ ഞങ്ങൾക്ക് വേണം എന്നും പറഞ്ഞിട്ട് വരുമായിരിക്കും, വൈബ്രേഷനൊക്കെ. പക്ഷെ ഈ പൊതുജനത്തിന് മുമ്പിൽ ദൈവത്തിന്റെ നാമം അപമാനിക്കപ്പെടുക തന്നെയാണ്. ഒരു 10 പേര് സ്വത്ത് വിട്ടിട്ട് കർത്താവിനെ വിളിക്കുന്നവരെ കണ്ടാൽ അവർ പറയൂ, അവർ കർത്താവിനെ അന്വേഷിച്ച് ഇറങ്ങിയതാണ്, അവർക്ക് ലോകത്ത് നോക്കി അല്ല അവർ ഇറങ്ങിയിരിക്കുന്നതെന്ന് ഒരു സാക്ഷ്യമെങ്കിലും കൊടുക്കാൻ ഒരു 5-6 പേരെങ്കിലും ദൈവം അന്ത്യകാലത്ത് എഴുന്നേൽപ്പിക്കണ്ടേ? വേണ്ടേ? ശരിക്കും എന്താണ് ലോകത്തിന് മുമ്പിലുള്ള സാക്ഷ്യം? ഇപ്പൊ ലോകത്തിലേക്ക് തിരിയുമ്പോൾ അവൻ വീണ്ടും ജനിച്ചവനാണ്, പക്ഷെ അവൻ ലോകാബോധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? അവൻ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ലോകത്തിന്റെ ധനം എങ്ങനെ സമ്പാദിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹം ഉള്ളവരെന്താ ചെയ്യുന്നത്? കർത്താവിന് ലോകാബോധം വരുത്തുകയാണ്. ഓക്കെ, എന്നിട്ട് പറയാണ്, നിങ്ങൾ അങ്ങനെയുള്ളവരല്ല കേട്ടോ. പ്രത്യേകിച്ച് എബ്രായ ലേഖനത്തിൽ പറഞ്ഞ നിങ്ങൾ അങ്ങനെയുള്ളവരല്ല. കാരണം എന്താ? നിങ്ങൾ ഇത് നഷ്ടപ്പെടുത്താൻ ധൈര്യമുള്ളവരായിരുന്നു. ഈ ലോകത്തെ നഷ്ടപ്പെടുത്താൻ ധൈര്യമുള്ളവരായിരുന്നു. നിങ്ങളുടെ പ്രവൃത്തി ദൈവം വിട്ടുകളയുകയില്ല എന്ന് പറയാൻ കാരണം, ഈ വിശ്വാസത്തിൽ വന്നവരിൽ ലോകത്തെ ഉപേക്ഷിക്കാനുള്ള ധൈര്യം ഉള്ളവരും ലോകത്തെ സ്നേഹിച്ച് മാത്രം വന്നവരും ഉണ്ട്. എല്ലാ സഭയിലും ഉണ്ട്. ഇപ്പൊ ലോകത്തെ ഉപേക്ഷിക്കാൻ ധൈര്യമുള്ളവർ എന്താ ചെയ്യുന്നത്? അവര് സ്ഥിരമായ ഒരു വാഗ്ദത്തത്തെ നോക്കി ഓടിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥിരമായ ഒരു വാഗ്ദത്തം. ഈ വാഗ്ദത്തം എങ്ങനെയാണ് പാപികളായ നമുക്ക് ഉറപ്പിച്ച് കിട്ടുന്നത്? 6-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ദ സെർട്ടനിറ്റി ഓഫ് ഗോഡ്സ് പ്രോമിസ് എന്നാണ് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ ബൈബിളിൽ അതിനെ കൊടുത്തിരിക്കുന്നത്. 13-ാം വാക്യം മുതൽ ഈ അഷുറൻസിനെ കുറിച്ച് ഞാൻ പറയാൻ കാരണം 11 മുതൽ വായിക്കണം. വി ഡിസയർ ഈച്ച് വൺ ഓഫ് യു ടു ഷോ ദ സെയിം ഏണസ്റ്റ്നെസ് ടു ഹാവ് ദ ഫുൾ അഷുറൻസ് ഓഫ് ഹോപ്പ്. അപ്പൊ അപ്പോസ്തലന്മാർ എന്താ ആഗ്രഹിച്ചെന്നറിയാം? നമ്മൾ ഈ ലോകത്തിലേക്ക് സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ വിളിയെ കുറിച്ചുള്ള ഒരു ഫുൾ അഷുറൻസ് നമുക്കുണ്ടാവണം. How many of you have a full assurance of heaven? അപ്പൊ അതിനകത്തൊരു പ്രോബ്ലം ഉണ്ട്. നമ്മുടെ ഇംപെർഫെക്ഷൻ നമ്മളെ പലപ്പോഴും സംശയാലുക്കളാക്കി മാറ്റും. അപ്പൊ ഇംപെർഫെക്ഷൻ എങ്ങനെയാണ് കർത്താവ് കൗണ്ടർ ചെയ്യുന്നതെന്നും കൂടെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഫുൾ അഷുറൻസിനെതിരെ നമ്മൾ സംസാരിക്കരുത്. ഓക്കെ, അടുത്ത ഇങ്ങനെയാണ്. And we desire each one of you to show the same earnestness, to have the full assurance of hope until the end, so that you may not be sluggish, but imitators of those who through faith and patience inherit the promises. വാഗ്ദത്തമാണ് അവിടുത്തെ പ്രശ്നം. അവരെങ്ങനെയാണ് ഈ വാഗ്ദത്തെ അവകാശമാക്കുന്നത് അറിയോ? എങ്ങനെയാ അവകാശമാക്കുന്നത്? ത്രൂ ഫെയ്ത്ത് ആൻഡ് പേഷ്യൻസ്. അവര് കുലുങ്ങിപ്പോകാതെ, വേവർ ചെയ്യാതെ. എബ്രാഹിമിനെ കുറിച്ച് അത് റോമാലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. സെയിം തിങ് ഈസ് റിപ്പീറ്റഡ് ഹിയർ. ഇവിടെ പറയുന്നത്
For when God made a promise to Abraham, since he had no one greater by whom to swear, he swore by himself. വലുതായ ആരെ കുറിച്ച് ആണിടാൻ ഇല്ലായിരുന്നുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? തന്നെത്താൻ ആണയിട്ടു. എന്ത് പറഞ്ഞു? Surely I will bless you and multiply you. ഒരു കണ്ടീഷനും വെച്ചില്ല. That was an unconditional offer, promise. അൺകണ്ടീഷണൽ എന്ന് പറയാൻ തികച്ചും അൺകണ്ടീഷണൽ ആയിരുന്നു. അത് പൗലോസ് വ്യാഖ്യാനിക്കുന്നത് പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ്. That was so much unconditional. That promise was unconditional. എബ്രഹാമിനോട് പറയുമ്പം, എബ്രഹാമിന് സന്തതികളെ കൊടുക്കുമെന്ന് പറയുമ്പം, as I told you previously, അത് എബ്രഹാമിന്റെ കഴിവിനെ നോക്കിയല്ല ആ പ്രോമിസ് കൊടുക്കും. ഇപ്പൊ ദൈവം ഒരു പ്രോമിസ് കൊടുക്കുമ്പോൾ എബ്രഹാമും കൂടെ ഉത്സാഹിക്കും. അങ്ങനെ ഉത്സാഹിക്കാൻ എബ്രഹാമിന്റെ ഒന്നും ഉണ്ടായിരുന്നു. Was a very old man, and even after he got a child, he became still older by another 15 years or 20 years. When Isaac was about to be sacrificed, Abraham was at least 10 to 15 years older. അല്ലെ, 110-115 വയസ്സെങ്കിലും ആയിട്ടുണ്ടാവും. And again the promise is there. Abrahamന്റെ ഒന്നുമില്ല, ആകെയുള്ള ഒരു കൊച്ച് is going to be sacrificed, but still the promise is there. That means ദൈവത്തിന് അവന്റെ വാഗ്ദത്തങ്ങളെ നിറവേറ്റാൻ എബ്രഹാമിന്റെ സഹായം ദൈവം പ്രതീക്ഷിച്ചിട്ടില്ല. പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയാണ് ദൈവം എബ്രഹാമിന് ആണയിട്ടൊരു വാക്ക് കൊടുത്തത്. ആണയിട്ട വാക്ക് എബ്രഹാം സ്വീകരിക്കുമ്പോൾ എബ്രഹാം തന്നിലേക്ക് തന്നെ നോക്കിയില്ല, വാഗ്ദത്തങ്ങളെ നിറവേറ്റാൻ കഴിവുള്ള ദൈവത്തിലേക്കാണ് നോക്കിയത്. ഓക്കെ, അപ്പോൾ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നുള്ള വാഗ്ദത്തം എങ്ങനെ തന്നിരിക്കുന്നതൊക്കെ അതിന്റെ താഴെ എഴുതിയിരിക്കുകയാണ്. And thus Abraham, having patiently waited, obtained the promise. For people swear by someone greater than themselves, and in their disputes an oath is final confirmation. അപ്പോൾ ഏത് വഴക്കിലും അവസാനം ഒരു ഓത്താണ് കൺഫർമേഷൻ നൽകുന്നത്, ഉറപ്പ് നൽകുന്നത്. So when God decided to show more convincingly to the heirs of the promise the unchangeable character of his purpose, he guaranteed it with an oath. രണ്ട് കാര്യങ്ങളാൽ സ്ഥാപിതമാകുന്ന ഒരാണ് ദൈവം ഇട്ട് നടപ്പായത്. So that by two unchangeable things in which it is impossible for God to lie, we who have fled for refuge might have strong encouragement to hold fast to the hope set before us. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ. അപ്പൊ പ്രത്യാശ പിടിച്ചുകൊള്ളാൻ എന്ത് ചെയ്യണം? പ്രത്യാശ നമ്മളെ നോക്കി ഒന്നുമില്ല. പ്രത്യാശ പിടിച്ചുകൊള്ളാൻ വേണ്ടി നമ്മൾ ശരണത്തിനായി ഓടി കർത്താവിന്റെ അടുത്തേക്കാനായിരുന്നു, അല്ല വഴിയില്ല. കാരണം പെർഫെക്റ്റ് ആൾക്കാരോട് പോകുള്ളൂ, നമ്മൾ പെർഫെക്റ്റ് അല്ല. അപ്പൊ നമ്മളെ പെർഫെക്റ്റ് ആക്കണം. അതുകൊണ്ടാണ് വിശുദ്ധീകരണം വലിയൊരു പ്രശ്നമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. വി നീഡ് ടു ബി സാങ്ക്ടിഫൈഡ്. വി ആർ എ സ്ലേവ് ഓഫ് റൈച്ചസ്നെസ്. നമുക്കത് ചെയ്തേ പറ്റൂ, നമുക്ക് വിശുദ്ധരായേ പറ്റൂ. കാരണം അതിന് നമ്മളെ നോക്കിയാൽ പറ്റില്ല, ദൈവത്തെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ ഒരു വിശ്വാസി എപ്പോഴും ദൈവത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? വിശുദ്ധീകരണത്തിന് വേണ്ടിയാ. കർത്താവെ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ പുത്രനെ പോലെ ആക്കി മാറ്റണമേ. പിന്നെ ഏത് സാഹചര്യം വന്നാലും ഞാൻ നിന്നെ സ്തോത്രം ചെയ്തു. എല്ലാ നന്മയ്ക്കായി കൂടി ആവിർപ്പിക്കാൻ നിനക്ക് കഴിയുമല്ലോ. നിനക്ക് എന്നെ സ്വർഗത്തിൽ എത്തിക്കാൻ പറ്റും, നീ എത്തിക്കും എന്ന് വാക്കുള്ളതിനായിട്ട് ഞാൻ നിന്നെ തന്നെ നോക്കിയിരിക്കുന്നു വിശുദ്ധീകരണത്തിന് വേണ്ടി. ഐ നീഡ് ദിസ് സാങ്ക്ടിഫിക്കേഷൻ. ഐ നീഡ് ടു ബി ലൈക്ക് യു. കർത്താവ്, നീ നടന്ന പോലെ നടക്കാനും നീ ചിന്തിച്ച പോലെ ചിന്തിക്കാനും നീ ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത അതേ തേജസ്സിനെ പ്രാപിക്കാനും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായി, പാപത്തെ ജയിക്കാനായി, ക്രിസ്തുവിനെ പോലെ ആകാനായി ഞരങ്ങിക്കൊണ്ടിരിക്കാൻ കാരണം എന്താ? വി ഹാവ് എ ഹെവൻലി പ്രോമിസ്. അതുകൊണ്ടാണ് ഞരങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ യൗവനകാലത്ത് എനിക്കൊരു ബൈക്ക് മേടിക്കാൻ വേണ്ടി അഡ്വാൻസ് കൊടുത്തിട്ട് കാത്തിരുന്നു പുറത്തുനിന്ന്. ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു, ഏത് സമയത്ത് മരിക്കാൻ തയ്യാറാണ്. കാരണം സുശിക്ഷകളിൽ അങ്ങനെയാണല്ലോ നമ്മുടെ യാത്ര. എനി ടൈം വി റിസീവ്ഡ് ഡെത്ത്. പക്ഷെ എൻ്റെ ഉള്ളിൽ തോന്നുക, ഈ ബൈക്കൊന്ന് കിട്ടിയിട്ടൊന്ന് ഓടിച്ചു നോക്കിയിട്ട് മരിക്കുമായിരുന്നു നല്ലതായിരുന്നു എന്ന് പറഞ്ഞാൽ, സിറ്റുവേഷൻ ഈസ് ലൈക്ക് ദാറ്റ്, ദ മിഷൻ ഫീൽഡ്, എനിത്തിങ് ക്യാൻ ഹാപ്പൻ. അപ്പോ ഈ ബൈക്കൊന്ന് കിട്ടിയിട്ടൊന്ന് ഓടിച്ചു നോക്കിയായിരുന്നു നല്ലതായിരുന്നു. മീൻസ് അപ്പൊ നിത്യതയിലേക്കുള്ള ആ ഒരു ഞരക്കത്തെ ബാധിക്കാൻ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മതി. പക്ഷെ ഞാൻ പിന്നെ ആലോചിച്ചപ്പം, ഈ ബൈക്കിന് വേണ്ടി ഇത്രയും കാത്തിരിക്കാമെങ്കിൽ ഈ ഹെവൻലി പ്രോമിസസിന് വേണ്ടി എന്തുമാത്രം കാത്തിരിക്കണം, എന്തുമാത്രം ഞരങ്ങണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള ഒരു സിസ്റ്റർ ഉണ്ട്, ഡോക്ടറാണ്. പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ചെയ്സേ,
എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ 19 വർഷമായിട്ട് കാത്തിരിക്കുന്നു. എന്തിന്? കർത്താവ് വരാൻ. ഞാൻ ചിന്താണ് 19 വർഷത്തെ കാര്യം. 19 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. അന്ന് ഞങ്ങൾ വിവാഹിതരായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊരു കാര്യം ഇതാണ്: ഒരിക്കലും എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ജീവിക്കരുത്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒരു കാര്യം അന്വേഷിക്കണം: കർത്താവ്, ഇന്ന് നീ വന്നാൽ ഞങ്ങൾ ഏത് ഷേപ്പിൽ കാണും? ഞങ്ങൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുമായിരിക്കും. എല്ലാ ദിവസവും കാത്തിരിക്കണം. എല്ലാ ദിവസവും ഇന്ന് കർത്താവ് വരുമെന്ന് വിചാരിച്ച് ജീവിക്കണം. ഈച്ച് ഡേ. അങ്ങനെ 19 വർഷം ഞങ്ങൾ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് എന്നോട് പറയാ, ഇപ്പൊ എനിക്ക് പേടിയാവുന്നു, നമ്മുടെ ജീവിതകാലത്ത് എങ്ങാനും കർത്താവ് വരാതിരിക്കുമോ? എന്നിട്ട് പറയാ, ചിലപ്പോ നമ്മുടെ പിള്ളേരുടെ കാലത്തൊക്കെ ആയിരിക്കും അല്ലേ കർത്താവ് വരുള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം ലൈഫിൽ അത് കാണാനുണ്ട്. ദ വെരി സാങ്ക്ടിഫൈഡ് പീപ്പിൾ, ക്രിസ്ത്യൻ. അവരുടെ ലൈഫിൽ അത് കാണാനുണ്ട്. അപ്പൊ ഞാൻ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഞരങ്ങുന്ന ഒരാളെ കാണുന്നത്. കർത്താവിനോട് ഇങ്ങനെ കാത്തിരുന്ന് മടുക്കുന്ന അവസ്ഥയിൽ. മടുക്കില്ല, കാരണം ക്രിസ്ത്യൻ ജീവിതത്തിന്റെ എക്സൈറ്റ്മെന്റ് ഈസ് സംതിങ് എൽസ്. നെവർ ഗെറ്റ് ടയർഡ് ഓഫ് ഇറ്റ്. കാരണം അത്രയും ഒക്കെ ആത്മാവിന്റെ ആനന്ദം നമുക്ക് ദൈവം തരുന്നുണ്ട് ഈ ലോകത്ത്. മടുക്കില്ല. പക്ഷേ ഗ്രോണിങ്, അത് ഇന്ന് നമ്മുടെ തലമുറയിലോ നമ്മുടെ കൂട്ടത്തിലോ നമ്മുടെ പ്രസംഗങ്ങളിലോ നമ്മുടെ അനുദിന ജീവിത സന്ധാരണ മാർഗങ്ങളിലോ ഒന്നും കാണാത്ത ഒരു ഞരക്കം. ഒരു കാലത്ത് ഇത് ഒരാൾക്കായിരുന്നില്ല, സഭ മുഴുവൻ കർത്താവിന് വേണ്ടി കാത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നോട്ട് വെരി ഫാസ്റ്റ്, നോട്ട് വെരി മച്ച് ഇൻ ദ പാസ്റ്റ്. അപ്പൊ ആ ഒരു പ്രത്യാശ ഇന്ന് എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നുണ്ട്. ഇവിടെ കർത്താവ് നൽകുന്ന വാഗ്ദത്വം എന്ന് പറയുന്നത് ആണയാൽ സ്ഥാപിക്കപ്പെട്ട് പറയാണ്, ഞാൻ നിങ്ങളെ രക്ഷിക്കാമെന്നൊരു വാക്കങ്ങ് തരിക. അപ്പൊ ആ രക്ഷിക്കണമെങ്കിൽ നമ്മളെ ഈ ഷേപ്പിൽ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ തീർച്ചയായിട്ടും എന്ത് നടന്നേ പറ്റുള്ളൂ? വിശുദ്ധീകരണം നടന്നേ പറ്റുള്ളൂ. അത് എന്റെ ഉള്ളൊരു ഞരക്കമായി സ്വർഗം വന്നു കഴിയുമ്പോൾ, തേജസ് വന്നു കഴിയുമ്പോൾ എന്റെ ജീവിതത്തിലെ ശ്വാസം വരെ വിശുദ്ധീകരണത്തിനായിട്ട് ദാഹിക്കും. കാരണം ഐ നോ ദാറ്റ്സ് മൈ പ്ലേസ്. അപ്പൊ ഹോപ്പ് എടുത്തു കളഞ്ഞാലോ നമുക്കറിയാൻ മേലെ എന്ത് സംഭവിക്കുന്നത്. അപ്പൊ ഉള്ള ജീവിതം സുഖമായിട്ട് ജീവിക്കാൻ ചിന്തിക്കും. എന്നാൽ സ്വർഗത്തിലെ പൗരത്വത്തെ കുറിച്ച് നമുക്കൊരു അഷുറൻസ് കിട്ടിയാൽ ഇവിടെയുള്ളത് വലിച്ചെറിയാൻ നമുക്കൊരു പ്രയാസവും തോന്നുകയില്ല. ഇവിടെ ഇല്ലെങ്കിലും വിഷമം തോന്നില്ല. കാരണം വി ഹാവ് എ പ്ലേസ് സെക്യൂർ വിച്ച് നോ വൺ ക്യാൻ ടേക്ക് അവേ. I don't know whether this is giving you any hope. My hope is you will get that hope by what I am saying. The Holy Spirit will give you that hope. Okay. അപ്പോൾ ആണയാൽ സ്ഥാപിക്കപ്പെട്ട ഈ വചനത്തിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. അത് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കടന്ന ഒരാളുടെ വാക്കാണ്. ഇപ്പൊ ഇവിടുത്തെ അച്ഛന്മാരുടെ വാക്ക് അങ്ങനെ അല്ലായിരുന്നു, അല്ലെ? ഞാൻ ഓർത്തഡോക്സുകാരനായിരുന്നു. അപ്പൊ ഓർത്തഡോക്സുകാരുടെ അച്ഛന്മാരും വാക്ക് പറയാറുണ്ട് ചില കാര്യങ്ങൾ, പക്ഷെ നടക്കാറില്ല. അത് പഴയ നിയമ പുരോഹിതന്മാരും വാക്ക് പറയാൻ നടക്കാറില്ല. അതിന്റെ കാരണം ഈ കുർബാന എടുക്കുമ്പം അതുവരെയുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടെന്നാണ് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. മരിക്കാൻ നേരത്തെ ഒരു കുർബാനയുണ്ട്, ക്രിസ്മ. അതെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതുവരെയുള്ള പാപങ്ങൾ തീർന്നു എന്ന് വിചാരിച്ചു. ഉദാഹരണത്തിന്, ഞാൻ മരിക്കാൻ കിടക്കുകയാണ്, 99 വയസ്സായിക്കോട്ടെ, അതിനു മുമ്പൊക്കെ മരിക്കുകയും, ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. 99 വയസ്സിൽ ഞാൻ ഇങ്ങനെ കിടക്കുകയാണ്, ഊർജ്ജശ്വാസം വലിച്ച്. ആകെ ജീവനോടുള്ളത് ഈ അകത്തെ സാധനമാണ്. അത് ശരിക്കും മാനസാന്തരപ്പെട്ടൊന്നുമല്ല. അപ്പോ അച്ഛൻ വന്ന് ഉപ്രൂഷ്മ തന്നു. ഞാൻ കർത്താവേ ക്ഷമിക്കണേ, ഞാൻ അങ്ങോട്ട് വരുന്നേ എന്നൊക്കെ പറഞ്ഞ് എടുത്തു. പക്ഷെ എടുത്തു കഴിഞ്ഞപ്പോ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ അച്ഛൻ പോകുന്നതിന് മുമ്പ് എന്റെ മനസ്സിലെ ചിന്ത, ഈ കത്തനാർ എത്ര രൂപയും കൊണ്ട് പോകുന്നു? കാരണം ഈ പൈസ പോകുന്നതിനകത്ത് ഭയങ്കര മനോവേദനയുള്ള ആളാ ഞാനെന്ന് വിചാരിച്ചു. അപ്പൊ അത് പാപമായല്ലോ. ഈ ഉപ്രൂഷ്മ എടുത്തിട്ടും പാപം ചെയ്തു. അപ്പൊ നരകത്തിൽ പോകാൻ അത് മതി. ഒരു പാപം മതിയല്ലോ നരകത്തിൽ പോകാൻ, ഒരു പാപം മതി. ഉപ്രൂഷ്മ എടുത്ത് വരെ വെറുതെ ആയിപ്പോയി. അപ്പൊ ഇത്രയും നാളും ചെയ്ത് മുഴുവൻ വെറുതെ ആയി, അല്ലെ? ഇത്രയും നാളും കുർബാന കൂടിയതും നടന്നതും പള്ളിയിൽ പോയതും എല്ലാം വെറുതെ ആയല്ലോ. ചില പെന്തക്കോസുകാർ ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, അതെ, കർത്താവ് വരുമ്പോൾ നമ്മൾ ആരുടെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആരെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കർത്താവ് പോകുമ്പോൾ പോവോ എന്ന് പറഞ്ഞാൽ അർത്ഥം അതുവരെ വ്യഭിചാരം ചെയ്ത്
മോശം ജീവിച്ച ഒരു കുർബാനയും കൂടെ അങ്ങ് ചൊല്ലും. അപ്പൊ തീർന്നല്ലേ. ഇനി ഈ മനുഷ്യനൊരു പാപം അവശേഷിക്കുന്നില്ലുണ്ടോ? പാപം ചെയ്യാൻ ആള് ജീവിച്ചിരിക്കണ്ടേ? അതില്ലല്ലോ, പോയല്ലോ. പക്ഷെ 40-ാം ദിവസം പിന്നെയും വരും. എന്തിനാ വരുന്നത്? ഒരു ഉറപ്പുമില്ല ഇയാൾ എവിടെ പോയോ ഇല്ലയോ. 1 വർഷം വരും, 50 വർഷം കഴിഞ്ഞാലും കുർബാന തുടരുന്നവരുണ്ടല്ലോ, ഉണ്ട്. അപ്പോഴും ഈ അച്ഛനൊരു ഉറപ്പ് കൊടുക്കാൻ പറ്റിയില്ല. കാരണം എന്താ? ഈ കുർബാന ഏറ്റിട്ടുണ്ട് കേട്ടോ, ഈ പ്രാവശ്യം പുള്ളി സ്വർഗത്തിൽ പോയി, അങ്ങനെ പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഈ 50 വർഷത്തിന് ശേഷം കുർബാന ചൊല്ലുന്ന അച്ഛൻ ആദ്യത്തെ അയാളെ അറിയതുപോലുള്ള അച്ഛനല്ല. കാരണം എന്താ? അവര് മരിച്ച ഏതോ സ്ഥലത്ത് പോയി. അതിനർത്ഥം മരിച്ചു പോകുന്ന ഒരാൾക്കും നിത്യതയെക്കുറിച്ച് വാഗ്ദത്തം ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താ? വാക്ക് പറഞ്ഞവനെ പിന്നെ കാണുന്നില്ല, ആള് മരിച്ചുപോയി. പഴയ നിയമ പുരോഹിതന്മാർക്ക് ഒരിക്കലും വാക്ക് പറയാൻ പറ്റുന്നതിന്റെ കാരണം എന്താ? അത് മാറിക്കൊണ്ടിരിക്കുന്ന പൗരോഹിത്യമായിരുന്നു. എന്നാൽ കർത്താവ് വാക്ക് പറയുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടാവും. തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കിടന്ന് എന്നേക്കുമായിട്ട് അവിടെ പുരോഹിതനായി നമുക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവന് വാക്ക് പറഞ്ഞ അവന്റെ വാക്ക് എന്നും നിലനിൽക്കും. അവന്റെ വാക്ക് മാറാത്ത വാക്കാണ്. ആ മാറാത്ത വാക്കിൽ തൂങ്ങിക്കിടക്കുന്നതിനെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത്. വാഗ്ദത്തങ്ങൾ, എനിക്ക് ലഭിച്ച വാഗ്ദത്തങ്ങൾ കർത്താവ് തന്നതായതുകൊണ്ടും അതിന് മാറ്റം വരാത്തത് കൊണ്ടും ഞാൻ അതിൽ മുറുകെ പിടിച്ചാണ് വിശ്വസിക്കുന്നത്. ഐ വിൽ ഗോ ടു ഹെവൻ. അപ്പൊ കറ, ചുളുക്കം, മാലിന്യം, വാട്ടമുള്ള ഒന്നും പോകില്ല. അതിനെ പോക്കാൻ കർത്താവ് എന്നെ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും ഇടും. ഞാൻ അതിനെല്ലാം സ്തോത്രം ചെയ്യും. കാരണം എന്താ? എങ്ങനെയായാലും വേണ്ടില്ല, നീ കർത്താവിനെ പോലെ ആയാൽ മതി. സ്വർഗത്തിൽ പോകുമ്പോഴേക്കും ഞാൻ എങ്ങനെ ആകണം? ക്രിസ്തുവിനെ പോലെ രൂപാന്തരം പ്രാപിക്കത്തക്ക രീതിയിൽ അത്രയും വിശ്വാസവും പ്രത്യാശയും എന്റെ ഉള്ളിൽ ഉണ്ടാകണം. ഇങ്ങനെയാണ് വിശുദ്ധീകരണം ഉണ്ടാകുന്നത്. വിശുദ്ധീകരണം ഉണ്ടാകുന്ന ഒരു ഹോപ്പിൽ നിന്നാണ്, ഒരു പ്രത്യാശയിൽ നിന്നാണ്, അല്ലെ? വാക്യത്തിൽ അങ്ങനെയില്ലേ? അവനിൽ ഈ പ്രത്യാശയുള്ളവർ അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. ഏത് പ്രത്യാശ? നാം അവനെ കാണുമ്പോൾ അവൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകയാൽ അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു, അവനെ പോലെ ആകുമെന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. അതായിപ്പോവും. നമ്മൾ നിർമ്മലര. ആ ഹോപ്പ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, അത് മാത്രമാണ് നമ്മുടെ ഹോപ്പെങ്കിൽ, ക്രിസ്തുവിനെ പോലെ ആകാനുള്ള ഞരക്കം നമ്മുടെ ഉള്ളിൽ ആത്മാവ് തന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ, ആളുകളോട് സംസാരിക്കുമ്പോൾ, കുശലം പറയുമ്പോൾ പോലും വേറൊരാളുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കാനും സ്വർഗത്തിലേക്ക് നോക്കാനും ഈ ലോകത്തെ മലിനമെന്നെണ്ണാനും നമുക്ക് കഴിയണം. നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ ജീവിതം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഉപദേഷ്ടാക്കന്മാരുടെ തലത്തിലേക്ക് വരുന്നത്. എത്രയോ വർഷം കഴിഞ്ഞിട്ട് നമുക്ക് കാർണൽ ക്രിസ്ത്യൻസ് ആയിട്ട് ഇരിക്കാൻ കഴിയത്തില്ല. വി നീഡ് ദാറ്റ് ഫെയ്ത്ത്. ഈ ഫെയ്ത്ത് ഇത്തിരി എലാബറേറ്റ് ആയിട്ട് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ഈ ഫെയ്ത്തിനെ കുറിച്ച്. ഈ ഫെയ്ത്ത് എങ്ങനെയാണ് നമുക്ക് നിലനിൽക്കുന്ന ഒരു വാഗ്ദത്തം തരുന്നത്? ആ വാഗ്ദത്തിലേക്ക് നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? ശരിക്കും എന്താണ് ഫെയ്ത്ത്? എബ്രായർ 11 ആകുമ്പോഴേക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. I understand Romans and Hebrews are 2 epistles that are very crucial for our Christian life. എല്ലാ എപ്പിസിൽസ് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഇത് രണ്ടും നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. Hebrews chapter 11 verse 1 എന്താണ് ഫെയ്ത്തിനെ കുറിച്ച് പറയുന്നത്? ഫെയ്ത്ത് ഈസ് ദ അഷുറൻസ് ഓഫ് തിങ്സ് ഹോപ്ഡ് ഫോർ ആൻഡ് എവിഡൻസസ് ഓഫ് തിങ്സ് നോട്ട് സീൻ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ആശ, അതാ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന പ്രത്യാശ, അതിന്റെ ഉറപ്പ്, അഷുറൻസ്. ഇന്ന് വിശ്വാസം എന്ന് പറയുന്നത് പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പല്ല, പിന്നെ എന്തിന്റെ ഉറപ്പാ? മോഹിക്കുന്നതിന്റെ ഉറപ്പാ, അല്ലെ? നമ്മുടെ ആൾക്കാർ ഓരോന്ന് മോഹിക്കാൻ പറയല്ലേ. എന്നോട് എന്തെല്ലാം മോഹിക്കാൻ പറഞ്ഞേക്കുന്നറിയാം. ഇതിന് ഈ മോഹങ്ങൾ നമുക്ക് വേണ്ടാന്ന് വെച്ചാലും മോഹങ്ങൾ തരാൻ പാസ്റ്റർമാർ വരും. അവർ തന്നിങ്ങനെ മോഹങ്ങൾ തന്നോണ്ടിരിക്കും. ഞാൻ പറയും, എനിക്ക് ലോകം വേണ്ടെന്നേ, പിടിച്ചോ, ദൈവം നിനക്ക് തരുവാ. അപ്പൊ ഈ പറയുന്ന ആളുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ മഹത്വപ്പെടുന്ന എന്തിനാ? എന്താ മഹത്വപ്പെടുന്നത്? ഈ ലോകം മഹത്വപ്പെടുന്നത്. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളോട് ഒരാൾ പറയുക, എന്റെ കൂടെ വന്നാൽ ഞാൻ ഏറ്റവും അടുത്ത് റിലീസായ സിനിമ നിന്നെ കാണിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? എന്ത് പറയും? ആണോ, എന്നാ ഞങ്ങൾ വരാട്ടോ എന്ന് പറയുമോ? അറിയാൻ മേല, പറയുമായിരിക്കും. എന്റെ പ്രതീക്ഷ അങ്ങനെ പറയാനാന്ന്. ഞങ്ങൾ എന്ത് ആയിരിക്കും മറുപടി പറയുന്നത്? ഓ, ഞങ്ങൾക്ക് ഇത് മേലെ താല്പര്യമില്ല. എന്താ സിനിമയോ, എന്താ സാധനം?
അന്നേരം അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ പറഞ്ഞവന്റെ ഹൃദയത്തിൽ എന്താ ഇരിക്കുന്നത്? പറഞ്ഞവന്റെ ഹൃദയത്തിൽ എന്താ ഇരിക്കുന്നത്? സിനിമ ഇരിക്കുന്നത് അല്ലേ? നിങ്ങൾ തലയാട്ടുന്നുമില്ല, കാണുന്നുമില്ല. എനിക്ക് അറിയത്തില്ല. എനിക്ക് ഈ ആൾക്കാരെ മുഖം നോക്കുമ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കുന്നത് മനസ്സിലാകുന്നില്ല. ചിന്തിച്ചവൻ മനസ്സിലാകുന്ന ആണെങ്കിൽ നല്ലതായിരുന്നു. ഓക്കെ, അതിനുവേണ്ടി ചിരിക്കൊന്നും വേണ്ട. അപ്പൊ ഈ ലോകം നിനക്ക് കിട്ടും എന്ന് പ്രോമിസ് ചെയ്യുന്നവന്റെ ഹൃദയത്തിൽ എന്തായിരിക്കും? ലോകം തന്നെയായിരിക്കും. ഈ സ്റ്റേജിൽ കയറി നിൽക്കുന്നവര് വലിയൊരു പങ്കും ഈ മാമാന്റെ ആൾക്കാരാ. കാരണം അവരുടെ ഹൃദയം തിളച്ച് സന്തോഷത്തോടെ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നത്, നിന്നെ ഞാൻ വാലല്ല തലയാക്കുന്ന പറഞ്ഞു തലയാവാൻ വേണ്ടി നടക്കുന്ന ആളാന്ന് തന്നെ നടത്തും അല്ലേ? അപ്പൊ എന്റെ ഉള്ളിലുള്ള മോഹങ്ങൾ വേറൊരാളിലേക്ക് പകർന്ന് എന്നെ പോലെ അവനെ ജഡീകനാക്കി മാറ്റി, ജഡീകമായ ഉറപ്പുകൾ നൽകി ഈ ലോകത്തെ മനോഹരമെന്ന് അവതരിപ്പിച്ച് ഇവിടെ കുറച്ചു നാളും കൂടെ ജീവിക്കാനുള്ള ഒരു ആസക്തി ഉണ്ടാക്കി സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്നയാള് നാളെ ഒരു ദിവസം കർത്താവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ കുറ്റക്കാരനായി നിൽക്കേണ്ടി വരും. 2 പത്രോസ് 2-ാം അധ്യായം നിങ്ങൾ സ്വസ്ഥമായിട്ടൊന്ന് വായിച്ചു. അവിടെ എഴുതിയിരിക്കുന്ന അവരുടെ ന്യായവിധി വന്നു കഴിഞ്ഞു. ഭോഗങ്ങളിലേക്ക് നടത്തുന്നവരെ, ലോകമോഹങ്ങളിലേക്ക് നടത്തുന്നവരുടെ ന്യായവിധി ഓൾറെഡി വന്നു കഴിഞ്ഞാൽ, കാരണം അവരുടെ ഹൃദയം തന്നെ അത് പറയുന്നത് അവർക്ക് എന്താ ഇഷ്ടമെന്ന്. ഓക്കെ, ഇപ്പൊ എനിക്ക് എന്താ ഏറ്റവും എന്റെ ഉള്ളിലുള്ള ഞരക്കം കർത്താവിന്റെ അടുത്ത് എന്നാൽ തേജസ് പ്രാപിക്കണം എന്നാണെങ്കിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്തായിരിക്കും പറയുള്ളൂ? ആത്മാർത്ഥമായിട്ട് പറയുമ്പോൾ അതേ പറയാൻ പറ്റുള്ളൂ. അല്ല നിങ്ങളോട് വേറൊന്നും തന്നും മോഹിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. കാരണം എനിക്ക് ആ മോഹങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പേടിയാ. മോഹങ്ങളില്ലെന്നല്ല, അതിനെ നഴ്സിയുമ്പോൾ പേടിയാ. കർത്താവെ, നിന്റെ ഹിതമല്ലാത്തതിലേക്ക് ഞാൻ പോകുന്ന ഭയമുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളെ ആ ഭയത്തിനകത്തോട് കൊണ്ടുപോകും? ഐ വിൽ നോട്ട്, ബിക്കോസ് ഐ ഹാവ് എ ഹോപ്പ് ആൻഡ് ഐ ക്യാൻ പ്രീച്ച് ഓൺലി ദാറ്റ് ഹോപ്പ്. അപ്പോൾ ലോകത്തിന്റെ അട്രാക്ഷൻ ഭയങ്കരമായതുകൊണ്ട് ഇന്ന് വിശ്വാസം എന്ന് പറയുന്നത് മോഹിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പ് എന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അവർ മോഹിക്കാൻ എൻകറേജ് ചെയ്യുന്നു. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും ബ്രദറെ, ദൈവം തരും ബ്രദറെ. ഇത് വിശ്വാസമല്ല കേട്ടോ, ഇതല്ല രക്ഷാകരമായ വിശ്വാസം, ഇത് അതിമോഹം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു പാസ്റ്ററോട് ഒരാൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു വീടിന് വേണ്ടി. പാസ്റ്റർ ഉടനെ ചോദിച്ചു, എത്ര മുറിയുള്ള വീടാ? പുള്ളി പറഞ്ഞു, 1 ബെഡ്റൂം, 1 ലിവിംഗ് റൂം, 1 കിച്ചൺ, ഏറ്റവും കുറഞ്ഞ അത്രയും മതി. പാസ്റ്റർ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസം പോരാ, അറ്റ്ലീസ്റ്റ് 3 ബെഡ്റൂം എങ്കിലുള്ള ഒരു വീടിന് വേണ്ടിയാണ് പ്രാർത്ഥന. അതാണ് വിശ്വാസം. ഓക്കെ, 3 ബെഡ്റൂം ഉള്ള ഒരു വീട് ഇന്നത്തെ കാലത്ത് പിള്ളേർക്കും ഒക്കെ വേണമായിരിക്കും. അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതല്ല എന്റെ വിഷയം. ഈ വിശ്വാസം ഇതിലേതാ? 1 മുറിയുള്ളൊരു വീടായാലും എനിക്ക് മതി എന്ന് പറയുന്നതാണോ? 3 മുറിയുള്ള വീടെങ്കിലും എനിക്ക് വേണമെന്ന് പറയുന്നതാണോ വിശ്വാസം? ഏതാ? ഓക്കെ, നിങ്ങൾക്ക് 2 നിലയുള്ള ഒരു വീട് വേണമെന്ന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണോ, അതോ 2 മുറിയുള്ള ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണോ വിശ്വാസം? 2 നിലയുള്ള വീടല്ലേ കൂടുതൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നത്, കാരണം കയ്യിലൊന്നും ഇല്ലല്ലോ. ദൈവം പണം കൊണ്ടുത്തരുമല്ലേ? ഏതാ അത്യാഗ്രഹം? അപ്പൊ അത്യാഗ്രഹം തന്നെയല്ലേ വിശ്വാസം എന്ന് നമ്മൾ വിളിക്കുന്നത്? സെയിം, രണ്ടും ഒന്ന് തന്നെയല്ലേ? അത്യാഗ്രഹം കൂടുതലുള്ളവർക്ക് എന്തും കൂടുതലുണ്ട്, വിശ്വാസം കൂടുതലില്ലേ? എത്ര ഈസി ആയിട്ടല്ലേ നമ്മളെ പറ്റിച്ചേക്കുന്നത്. നിങ്ങൾ സാജു മാത്യു എന്ന് പറഞ്ഞ ആളെ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമുണ്ട്. ഞങ്ങൾ ഒരു മിഷൻ, ഞങ്ങള് അദ്ദേഹത്തിന്റെ മിഷനിലായിരുന്നു 5-8 വർഷത്തോളം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, 5 നക്ഷത്രങ്ങളുള്ള ഹോട്ടലിനകത്ത് ഞാൻ കിടന്നിട്ടുണ്ട്. ആകാശത്തേക്ക് നോക്കിയാൽ 50,000 നക്ഷത്രങ്ങളെ കാണാവുന്നിടത്തും കിടന്നിട്ടുണ്ട്. പക്ഷെ ഉറങ്ങിക്കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെയാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ, ഉറക്കം കിട്ടിയില്ലെങ്കിലും രണ്ടും ഒരുപോലെയാണ് കുറെ കഴിയുമ്പോൾ തോന്നും. ഈ പറയുന്ന നശിച്ചു പോകുന്ന മിന്നി വിളങ്ങുന്ന സാധനങ്ങളിലേക്ക് നമ്മുടെ മോഹങ്ങളെ തിരിക്കുന്നവർ, ഇടർച്ച വരുത്തുന്നവർ, എത്ര വലിയ അപകടമാണ് അവർ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതെന്ന് ഇന്ന് മനസ്സിലാവുകയില്ല. അവരുടെ മേലുള്ള ന്യായവിധി വരുമ്പോഴേ അവർക്കത് മനസ്സിലാവുള്ളൂ. ഒരു കൂട്ടം ജനത്തിന്റെ പ്രത്യാശ എടുത്തു കളഞ്ഞ് അവരെ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് കുരുക്കിയ വലിയ വലിയ ഉപദേശകന്മാർ നമ്മുടെ ചുറ്റുമുണ്ട്. സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇനിയെങ്കിലും. കാരണം നമുക്ക് നഷ്ടപ്പെടാൻ ഒത്തിരി ഉണ്ട്. നമുക്ക് നഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഹോപ്പാണ്. അവർക്ക് പിന്നെ അത് ഇല്ലായിരുന്നു. സോ ദേ ആർ നോട്ട് ലൂസിങ് എനിത്തിങ്, ദേ ആർ ഗെറ്റിംഗ് യുവർ മണി, ബട്ട് യു ആർ ലൂസിങ് ദാറ്റ് പ്രഷ്യസ് ഹോപ്പ് ദാറ്റ് ഗോഡ് ഗേവ് യു. ഈ ലോകത്ത് ഇത്രയും വാഗ്ദത്തങ്ങളുള്ളപ്പോൾ ആർക്കെങ്കിലും തോന്നുമോ സ്വർഗത്തിലോട്ട് പോകാൻ? തോന്നുകയില്ല.
ഈ ലോകത്തിൽ ഇനി നിങ്ങൾ കുറച്ചുകൂടെ അനുഭവിച്ചിട്ടല്ലേ പോകുള്ളൂ. കുറച്ചും കൂടെ സമ്പത്ത്. പിന്നെ എങ്ങനെയാണ് സുവിശേഷം പറയാനും തല്ലുകൊള്ളാനും പോകാൻ പറ്റുന്നത്? ബിക്കോസ് ഫോർ യു ഗോഡ് ഹാസ് പ്രോമിസ് സോ മച്ച് ഓഫ് വെൽത്ത്. ഇവിടെ താമസിച്ചോ മോനെ, ഇതാ നിന്റെ ലോകം, നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. അവിടെ ചെല്ലുമ്പോൾ പറയും, ലാസർ അവിടെ തിന്മയും നീ അവിടെ നന്മയും പ്രാപിച്ചു, അതുകൊണ്ട് നീ അവിടെ കിടന്നോന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പൊ പ്രത്യാശ എടുത്തു കളഞ്ഞ ഒരു തലമുറയിൽ നിന്ന് ഞാൻ PYP ഒരു ക്യാമ്പിന് സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഒരു മാപ്പ് പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞങ്ങളുടെ വലിയ പിതാക്കന്മാർ, പൂർവ്വപിതാക്കന്മാർ ഞങ്ങളോട് പറഞ്ഞു, ഈ ലോകം നമുക്ക് യോഗ്യമല്ല, നമുക്ക് നിത്യമായ ഒരു കനാൻ നാട് സ്വർഗത്തിലുണ്ട്, സിയോനിലേക്ക് നമ്മൾ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞെന്നറിയോ, അമേരിക്ക എന്ന് പറഞ്ഞൊരു നാടുണ്ട്, അവിടെ നല്ലപോലെ പഠിച്ച് സ്കോളർഷിപ്പ് ഒക്കെ വാങ്ങിച്ച് അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിൽ പോയി വല്ലതും സമ്പാദിക്കണം, അതാണ് നമ്മുടെ സ്വർഗം എന്നാണ് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചത്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴെങ്കിലും ഇതൊന്നും അല്ല ലോകമെന്നും ഇതിനപ്പുറത്ത് ഒരു സ്വർഗമുണ്ടെന്നും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഞങ്ങൾ നിങ്ങളോട് ചെയ്ത കൊലച്ചതി നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഷോയിങ് യു സംതിങ് ദാറ്റ് വിൽ go away, wither away, that something that will be thrown into hellfire, അതിനെക്കുറിച്ച് മോഹിക്കാൻ പ്രേരിപ്പിക്കുന്ന ഉപദേശങ്ങൾ നമ്മുടെ പ്രത്യാശ എടുത്തു കളഞ്ഞ് മോഹങ്ങൾക്ക് അഷുറൻസ് ഉണ്ടാക്കാൻ വേണ്ടി. ഓക്കെ, അതൊരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഫെയ്ത്തിന്റെ രണ്ടാമത്തെ കാര്യം, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഇതും കൺഫ്യൂസ്ഡ് ആണ്. കാണാത്ത കാര്യങ്ങളല്ല, നമ്മൾ ഇന്ന് ഇല്ലാത്ത കാര്യങ്ങളാണ് പിടിച്ചു മേടിക്കാൻ നോക്കുന്നത്, കാണാത്ത കാര്യമല്ല. അപ്പൊ ഇന്നത്തെ ഫെയ്ത്ത് എന്ന് പറയുന്നത് മോഹിക്കുന്നതിന്റെ ഉറപ്പും ഇല്ലാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. മോഹിക്കുന്നതിന്റെ ഉറപ്പും ഇല്ലാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. എന്താ ഇല്ലാത്ത കാര്യം? എനിക്ക് പൈസ ഇല്ല, വരും ബ്രദറെ. ഇല്ലാത്ത കാര്യം. ഉള്ള കാര്യമാണോ? അല്ല, ഇല്ലാത്ത കാര്യം. ഉള്ള കാര്യം എന്താ? കാണാത്ത കാര്യം എന്താ? ഉണ്ട് പക്ഷെ കാണുന്നില്ല. എന്താ? കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്, കാണുന്നില്ല. ഇല്ലാത്ത കാര്യമല്ല, ഉള്ള കാര്യമാണ്, കാണുന്നില്ല. വിശ്വാസം എന്ന് പറയുന്നത് ഇല്ലാത്ത കാര്യം ഉണ്ടാക്കുന്നതാണോ, കാണാത്ത കാര്യം കാണുന്നതാണോ? കാണാത്ത കാര്യം കാണുന്നത്. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമല്ലേ? അത് ഇല്ലാത്ത കാര്യമാണോ? അല്ല. അപ്പൊ ഈ കാണാത്ത കാര്യം എന്ന് പറയുന്നത് എന്താ? ബൈബിളിൽ പറയുന്ന കാണാത്ത കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? അത് കാണുന്നത് താൽക്കാലികം, കാണാത്തത്. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യമായ കാര്യങ്ങളുടെ എവിഡൻസ്. നിങ്ങളുടെ ഉള്ളിൽ നിത്യമായ കാര്യങ്ങളുടെ എവിഡൻസ് ഉണ്ടോ? നിങ്ങൾ വിശ്വാസിയാണ്. ക്രിസ്തുവിനെ പോലെ ആകാനുള്ള ഞരക്കമുണ്ടോ? നിങ്ങൾ വിശ്വാസിയാണ്. ഈ നിത്യമായ കാര്യങ്ങൾ, എനിക്കുള്ള വാഗ്ദത്തങ്ങൾ, അതിന്റെ എവിഡൻസ്, ആ എവിഡൻസ് എങ്ങനെയാ കിട്ടുന്നത്? ഹൗ ഡു യു ഗെറ്റ് എവിഡൻസസ് ദാറ്റ് യു ഹാവ് ദ പ്രോമിസ്? തെളിവുണ്ടോ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന്? തെളിവുണ്ട്. ഞാൻ തെളിവ് തരാൻ വേണ്ടിയും കൂടെയാണ് ഇന്ന് വന്നത്. പ്രത്യാശയ്ക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ട്. ഇറ്റ്സ് നോട്ട് ആൻ എംപ്റ്റി ഫെയ്ത്ത് ത്രോൺ അറ്റ് യു. എങ്ങനെയാണ് നമുക്ക് ആ വാഗ്ദത്തം ലഭിക്കുന്നത്? എന്താണ് ഫെയ്ത്ത്? കാണാത്ത കാര്യങ്ങൾ, നിത്യമായ കാര്യങ്ങൾ, എറ്റേണൽ തിങ്സ്. അപ്പൊ കാണാത്ത കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മളെ വിശുദ്ധിക്കായി കർത്താവ് വിളിച്ച് നമ്മെ ക്രിസ്തുവിലാക്കി എന്നുള്ളത്. അവന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകുന്നതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ഐ വാസ് എലക്റ്റഡ് ഇൻ ക്രൈസ്റ്റ് ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്. അത് ശരിക്കും സമയം തുടങ്ങുന്നതിന് മുമ്പ് ഇറ്റേണലാണ് ഡിസിഷൻ. ഇപ്പൊ ചേസിനെ രക്ഷിച്ചേക്കാം എന്നുള്ള ദൈവത്തിന്റെ ഡിസിഷൻ വാസ് ആൻ ഇറ്റേണൽ ഡിസിഷൻ. എലക്ഷൻ വാസ് ആൻ ഇറ്റേണൽ തിങ്. അത് ഞാൻ കണ്ടിട്ടില്ല. ക്രിസ്തുവിലായിരുന്നു ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ജനിച്ചത് അടുത്ത കാലത്താണ്, വർഷം പറയുന്നില്ല, എന്നാലും അധികം വർഷമായിട്ടില്ല, ഒരു 100 വർഷത്തിൽ താഴെ ആയിട്ടുള്ള എന്തായാലും, അല്ലെ? പക്ഷെ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഞാനുണ്ട്. എന്നെ അവൻ അറിയാം. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, ഭൂമിക്കും ആകാശം അടിസ്ഥാനപ്പെടുന്നതിന് മുമ്പ് ക്രിസ്തു യേശുവിൽ എന്നെ ദൈവം കണ്ടിരുന്നു. നിങ്ങളെ കണ്ടിരുന്നു. എവിടെ? ക്രിസ്തുവിൽ. തെരഞ്ഞെടുപ്പ് എവിടെയാണ്? ക്രിസ്തുവിലാണ്. നമ്മളല്ല അല്ലെങ്കിൽ ആദമിലായി മരിച്ചേനെ. ആദമിലായി നമ്മൾ ഇല്ലാതെ പോകാതിരിക്കാൻ വേണ്ടി ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്ത് നിത്യതയിലേക്ക്. അല്ലെങ്കിൽ നമ്മൾ ആദമിലുള്ളവർക്കുണ്ടാകുന്ന ശിക്ഷയിൽ തീർന്നു പോയത്. അങ്ങനെ ആദമിനുണ്ടാകുന്ന ശിക്ഷയിൽ തീർന്നു പോകാതിരിക്കാൻ കർത്താവ് നമ്മളെ നിത്യതയിൽ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. അപ്പൊ ക്രിസ്തുവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്?
ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവുക്കുൾ എന്നാണ് തമിഴ് പറയുന്നത്. ക്രിസ്തുവിന്റെ ഉള്ളിൽ, ക്രിസ്തുവുക്കുൾ. പക്ഷെ നമ്മളുണ്ടായിട്ടില്ല, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. ക്രിസ്തു മരിക്കുമ്പം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനാൽ എന്ത് സംഭവിച്ചു? നമ്മളും മരിച്ചു. അവനോട് കൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടു. ബൈബിൾ വാക്യമുണ്ടോ? അനേകം വാക്യങ്ങളുണ്ട്. നാം ഇനി പാപത്തിന് അടിമപ്പെടാതോണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് ക്രൂശിക്കപ്പെട്ടു നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. റോമാലേഖനം 6:6-7. 2 കൊരിന്ത്യർ ലേഖനം 5:14. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. കൊളോസ്യർ 2:20. ആകയാൽ നാം ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച്, ക്രിസ്തുവിൽ നാം ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു. റോമാലേഖനം 7:4. നാം അവന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. കൊളോസ്യർ 3:2. നാം മരിച്ചു, നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. മരിച്ചോ? യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ നടുവിലത്തെ ക്രൂശിൽ ഞാനും മരിച്ചു. കണ്ടില്ല, ആരും കണ്ടില്ല, കാണാത്ത കാര്യമായിരുന്നു. കണ്ടത് അപ്പുറത്തും ഇപ്പുറത്തും ഓരോ കള്ളന്മാർ മരിക്കുന്നതാണ്. പക്ഷെ ഈ നടുക്കത്തെ ക്രൂശിൽ ലക്ഷക്കണക്കിന് കള്ളന്മാർ, എന്നെ പോലുള്ള കള്ളന്മാർ മരിച്ചത് ആരും കണ്ടില്ല, കാണാത്ത കാര്യം. വിശ്വാസം ഉണ്ടോ മരിച്ചു? മരിച്ചാൽ പിന്നെ ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അല്ല. ആ മരണത്തിന്റെ കൂട്ടായ്മയാണ് ശരിക്കുള്ള വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ഐ ഡൈ എവറി മോമെന്റ്. ഐ കൺഫസ് ദാറ്റ് ഡെത്ത്. കർത്താവെ, ഞാൻ മരിച്ചു, ഇനി ഞാനാണ്. ഒരുത്തന്നെ തെറി പറയുക, ഞാൻ മരിച്ചല്ലോ, മരിച്ചെടുക്കുന്നതിന് തെറി പറഞ്ഞതിന് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഒരാൾ എന്നെ കുറിച്ച് അപവാദം പറയുക, പറയട്ടെ, ഞാൻ മരിച്ചു പോയല്ലോ. മരിച്ചുപോയതിനെ കുറിച്ച് അപവാദം പറഞ്ഞാൽ മരിച്ചുപോയി എഴുന്നേറ്റ് ഒന്ന് വഴക്കുണ്ടാക്കും. ഇന്നേ വരെ ആരും അവനെ വഴക്കുണ്ടാക്കി. അപ്പൊ നമ്മുടെ കസേര അടിച്ചു മാറ്റിയാൽ, നമുക്ക് സ്ഥാനം തന്നില്ല, നമ്മളെ ബഹുമാനിച്ചില്ല, റവാന്ന് വിളിച്ചില്ല, ചത്തുപോയതിന് വല്ലതും പ്രശ്നമാണോ? എന്റെ ചർച്ചിൽ എന്നെ ചേട്ടാന്ന് വിളിക്കുന്നവരുണ്ട്, ചെയ്സേന്ന് വിളിക്കുന്നവരുണ്ട്, ബ്രദർന്ന് വിളിക്കുന്നവരുണ്ട്, പാസ്റ്ററേന്ന് വിളിക്കുന്നവരുണ്ട്. നമ്മൾ ചത്തു കഴിഞ്ഞാൽ പിന്നെ എന്നെ വിളിച്ചാലും സന്തോഷമേ ഉള്ളൂ. യേശു വെറും യേശു ആയിരുന്നല്ലോ, ഒന്നും അല്ലെങ്കിൽ. ബ്രദർ യേശു പോലും അല്ലായിരുന്നു. ബ്രദർ പത്രോസ് എന്ന് പോലും പത്രോസിനെ വിളിച്ചിട്ടില്ല. കേഫ. എന്തൊരു സ്നേഹമായിരിക്കുമല്ലോ അങ്ങനെ വിളിക്കുന്നത്. സ്നേഹം കൂടുമ്പോ അങ്ങനെ വിളിക്കുന്നത്. എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞത് വിളിക്കുന്നതിന്റെ തെറ്റിനെ കുറിച്ചല്ല, വിളിച്ചില്ലെങ്കിലുള്ള പരാതി, ബഹുമാനിച്ചില്ലെങ്കിലുള്ള പരാതി. പ്രാർത്ഥിക്കാൻ പോലും എന്നെ ഒന്ന് വിളിച്ചില്ല ബ്രദറെ. ചത്ത് കിടക്കുന്നതിനെ എങ്ങനെ വിളിക്കും? നമ്മുടെ ഈ പരാതികൾ മുഴുവൻ നമ്മൾ ക്രിസ്തുവിന്റെ കൂടെയുള്ള മരണത്തിൽ പങ്കാളിയാവാത്തതുണ്ട്. പൗലോസ് പറയുന്നത് അനുദിനമുള്ള മരണത്തിന്റെ പങ്കാളിത്തമാണ് എന്നെ വിശദീകരിക്കുന്നത്. ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ. അവന്റെ മരണത്തിൽ പങ്കാളിയാവാൻ വേണ്ടി സ്നാനപ്പെടുന്നു. പാർട്ട്ണർഷിപ്പ് എന്നേ പങ്കാളിത്തം എന്ന് പറഞ്ഞ അർത്ഥം. അവന്റെ മരണത്തിൽ പങ്കാളിയാവാൻ സ്നാനപ്പെട്ടു മലയാളത്തിൽ എഴുതിയിരിക്കുന്നുണ്ടല്ലോ, ഭയങ്കരമാണ്. ഞാനത് ആലോചിച്ചപ്പം ഇങ്ങനെ, ഞാൻ സ്നാനപ്പെടാൻ നേരത്തെ കർത്താവിനോട് പറയാം, കർത്താവ് നീ മരിച്ചപ്പോൾ ഞാനും മരിച്ചല്ലേ, അപ്പൊ എന്നെ കൂടെ ആ മരണത്തിനകത്തൊന്ന് ഇൻക്ലൂഡ് ചെയ്ത് എന്റെ പാർട്ട്ണർഷിപ്പ് എനിക്ക് ഇങ്ങനെ തരാമെങ്കിൽ എനിക്ക് കുറച്ച് വിശുദ്ധ ജീവിതം നയിക്കായിരുന്നു. എന്റെ ഈ പഴയ ജഡം കൊണ്ട് ഒരു രക്ഷയില്ല കർത്താവ് എന്ന് പറയണം. അതിനുവേണ്ടി സ്നാനപ്പെടുന്നത്. ഞാൻ അവന്റെ മരണത്തിന്റെ ഒരു ഷെയർ വാങ്ങിക്കുക. അപ്പൊ കർത്താവ് പറഞ്ഞൊരു കാര്യം ചെയ്യ്, ക്രൂശുമായിട്ട് ഇങ്ങ് വാ, ഞാൻ നിനക്ക് ഷെയർ തന്നേക്കാം. അപ്പൊ ഈ കർത്താവിന്റെ മരണത്തിൽ പങ്കാളിത്തം ലഭിക്കണമെങ്കിൽ നമ്മൾ എന്തുമായിട്ട് ചെല്ലണം? ക്രൂശുമായിട്ട് ചെല്ലണം. ഈ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾ, ഓ യേശു മരിച്ചപ്പോ ഞാനും മരിച്ചല്ലേ, ഞാൻ ഇന്ന് മരിക്കാൻ പോവുകയാണെന്ന് വൈബ്രേഷൻ പറഞ്ഞിട്ടൊന്നും മരിക്കല്ല. സെറ്റി കിടന്ന് അങ്ങനെ കാലും നീട്ടിയിരുന്ന് ആർക്കും മരിക്കാൻ പറ്റില്ല. ഈ തീരുമാനം എടുത്ത് മരിക്കാൻ പറ്റത്തില്ല. ക്രൂശ് തന്നെ വേണം. ക്രൂശ് ഇല്ലാതെ യേശുക്രിസ്തുവിന്റെ പങ്കാളിത്തം, മരണത്തിന്റെ പങ്കാളിത്തം നമുക്ക് ലഭിക്കില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ക്രൂശ് എന്താണെന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ എപ്പോഴും കുറ്റം പറയുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? വഴക്കുണ്ടാക്കുന്ന ഒരാൾ, അത് നിങ്ങളുടെ ക്രൂശ്. അവിടെ മരിക്കണ്ടേ. അവിടെ മരിക്കാനാണ് ഏറ്റവും വേദന. നിങ്ങളുടെ ഒരു സാഹചര്യത്തെ എക്സാമിൻ ചെയ്ത് നോക്കി, ഭയങ്കര കഷ്ടപ്പാടുള്ള ക്രൂശ് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു ക്രൂശ് ഇല്ലാത്ത ആരുമില്ല. ഇത് മക്കളുടെ കാര്യമായിരിക്കും, അല്ല അപ്പന്റെ കാര്യമായിരിക്കും, അല്ല അമ്മയുടെ കാര്യം, ഭാര്യയുടെ കാര്യമായിരിക്കും, അല്ലെങ്കിൽ രോഗമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ധനപ്രോബ്ലം ആയിരിക്കും. എന്തെങ്കിലും ഒരു ക്രൂശ് അവിടെ മരിക്കും. ആ ക്രൂശിൽ മരിക്കണം. എന്നിട്ട് പറഞ്ഞ, കർത്താവെ ഞാൻ തീർന്നു, നീ എന്താന്ന് വെച്ചാൽ ചെയ്തു.
അപ്പൊ എനിക്ക് ക്ഷമിക്കാൻ പറ്റുമോ? ക്ഷമിക്കാൻ പറ്റും. ഞാനല്ലല്ലോ, ക്രിസ്തു അല്ലേ ജീവിതം. അപ്പൊ അവന്റെ മരണത്തിൽ പങ്കാളിയാവണമെങ്കിൽ ഒരു പ്രോമിസ് ഉണ്ട്, അവന്റെ പുനരുത്ഥാനത്തിൽ പങ്കാളി. അപ്പൊ നമുക്ക് പകരം ആര് ജീവിക്കും? ഈ but by my substitute. I'm not sanctified by my sinful flesh. That does not change. That's crucified and given to death. പിന്നെ ഞാൻ എങ്ങനെ വിശദീകരിക്കപ്പെടുന്നറിയോ? പുതിയ ജീവൻ ക്രിസ്തു എന്നിൽ വസിക്കുന്നതിന്. വിശ്വാസത്താൽ ക്രിസ്തു എന്റെ ഹൃദയങ്ങളിൽ വസിക്കുമ്പോൾ he becomes my substitute. ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുമ്പോൾ ഞാൻ മരിച്ചാൽ ക്രിസ്തു നിങ്ങളോട് സംസാരിക്കും. അതേസമയത്ത് ഞാൻ നല്ലൊരു പ്രസംഗം പ്രസംഗിക്കാൻ വേണ്ടി നിങ്ങളെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നതാണെങ്കിൽ ഞാൻ ജീവിക്കും, ക്രിസ്തു നിങ്ങളുടെ മുമ്പിൽ വരില്ല. When I die, when I partake in his death, Christ lives in me. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളിൽ, നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലെല്ലാം നമ്മെ ജയാളികളാക്കി മാറ്റും. ഈ മരണം നമ്മൾ വഹിച്ചേ പറ്റൂ. ആ ക്രൂശ് മരണത്തിൽ പങ്കാളികളാകാത്ത ഒരാൾക്കും വിശുദ്ധീകരണം അനുഭവിക്കാൻ കഴിയും. വിശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയുമില്ല. അപ്പൊ സാൽവേഷൻ അകത്തുള്ള ഒരു എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ആണ് ഐ ഡൈ വിത്ത് ക്രൈസ്റ്റ് ആൻഡ് റൈസ് വിത്ത് ഹിം. അപ്പൊ ക്രിസ്തുവും ഞാനും തമ്മിലുള്ള ആർക്കും മുറിക്കാൻ പറ്റാത്ത ഒരു ബന്ധമാണ് എന്നെ വിശുദ്ധീകരിക്കുന്നത്. ആർക്കാണ് ആ ബന്ധത്തിൽ നിന്ന് എന്നെ പറിച്ചു മാറ്റാൻ പറ്റുന്നത്? അപ്പൊ ഇത്ര വലിയൊരു ബന്ധം, അത് ബന്ധം എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്ന ആളുടെ ബന്ധമല്ല, അകത്തിരിക്കുന്ന ആളുടെ ബന്ധമാണ്. രാജത്വം അവൻ നമ്മുടെ ഹൃദയത്തിൽ ആത്മാവിൽ രാജത്വം പ്രാപിച്ച കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്, സ്തോത്രം ചെയ്യുന്നത്. കർത്താവെ, യു ആർ മൈ ലോർഡ്, യു ഡിസൈഡ് എവറിഥിങ്, installed king over every circumstance, and I die with you so that I can live your life in that circumstance. അപ്പോൾ ക്രിസ്തുവിന്റെ ജീവൻ എന്ന് പറയുന്നത് ഫ്ലോ ചെയ്യുവാൻ, ഒഴുകുവാൻ, നമ്മുടെ ജീവിതത്തിലൂടെ ഒഴുകുവാൻ. How is that possible? We will see tomorrow and in the coming 2 days. അവന്റെ ജീവൻ നമ്മളിലൂടെ വ്യാപിച്ച് ജീവജല നദികൾ ഒഴുകുക. നമ്മൾ അവൻ ആഗ്രഹിക്കുന്ന വിശുദ്ധി, നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. എബ്രായർ 12:10 പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, എബ്രായ ലേഖനം പത്രോസൊക്കെ നമ്മൾ പറയുന്ന വിശുദ്ധീകരണം പ്രാപിക്കാനാണ് പറയുന്നത്. പരിജ്ഞാനത്തിന്റെ ഓട്ടം ഓട്, ക്രിസ്തു ഓടുമായിരുന്ന ഓട്ടം ഓട്, ക്രിസ്തു സംസാരിക്കുമായിരുന്ന വാക്കുകളിലേക്ക് രക്ഷപ്പെടുക. നിങ്ങൾ പറയുമായിരുന്ന ചീത്ത വാക്കുകളിൽ നിന്ന് ക്രിസ്തു പറയുമായിരുന്ന കൃപയുടെ വാക്കുകളിലേക്ക് ഓട്, രക്ഷപ്പെട്. നിങ്ങളുടെ ചിന്തകളിൽ നിന്ന്, ലോകത്തിലെ മലിനമായ ചിന്തകളിൽ നിന്ന് കർത്താവ് ചിന്തിക്കുമായിരുന്ന ചിന്തകളിലേക്ക് രക്ഷപ്പെട്. റൺ, because you have a heaven. നിങ്ങൾ കഴിഞ്ഞു പോകാത്തൊരു വാഗ്ദത്തമുണ്ട്. യു ബിലോങ് ടു ദ ലോർഡ്, ഹി പർച്ചേസ്ഡ് യു. അപ്പൊ നമ്മുടെ വിശുദ്ധീകരണം വളരെ വിലയേറിയ ഒരു കാര്യമാണ്. ദാറ്റ് ഇസ് പോസിബിൾ only when we identify ourselves with the cross. നമുക്ക് ആ ഒരു മരണ പുനരുത്ഥാനങ്ങളുടെ കൂട്ടായ്മ, പൗലോസ് പറഞ്ഞ പോലെ നമ്മുടെ കഷ്ടാനുഭവത്തിന്റെയും മരണത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും കൂട്ടായ്മ, അതിന്റെ ശക്തി അനുഭവിക്കും. ക്രിസ്തുവിന്റെ ഉള്ള വിശ്വാസത്താൽ ലഭിക്കുന്ന ആ നീതിയുടെ അടിമകളായി മാറുക, സ്ലേവ്സ് ഓഫ് ദാറ്റ് റൈറ്റസ്നെസ്. അങ്ങനെ ആകുവാൻ ദൈവം നമ്മളെ ഉൾക്കാഴ്ച നൽകി അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കാൻ ഒരു നിമിഷം നമുക്ക് കണ്ടുകിടക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ വിലയേറിയ നാമത്തിന് സ്തോത്രം. കർത്താവെ, അങ്ങ് ഞങ്ങളെ രക്ഷിച്ച വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് ഉറപ്പിച്ചു തരുന്ന നിത്യതയ്ക്കായി സ്തോത്രം. അതിനെ മുറുകെ പിടിക്കുവാൻ തക്ക വിശ്വാസം, കാണാത്തതിനെ പിടിച്ചെടുക്കുവാനുള്ള തെളിവുകൾ ഞങ്ങളുടെ ഉള്ളിൽ തരുന്ന വിശ്വാസത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങൾക്ക് ഈ ലോകത്ത് അധിക കാലമില്ല കർത്താവെ, വളരെ ചുരുങ്ങിയ ഒരു കാലം അങ്ങേ ഉയർത്തുവാനും അങ്ങേ അറിയുവാനും അങ്ങയുടെ വിശുദ്ധീകരണം പ്രാപിക്കുവാനും കർത്താവെ ഞങ്ങളെ വേർതിരിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് നന്ദി പറയുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.